പ്രവചനത്തിനായിട്ട് ഒരുങ്ങാട്ടോ. പ്രവചനം. പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് ഈ വിരലിലെ കുഴിനകം പഴുപ്പ് വന്ന അവസ്ഥ കർത്താവ് സൗഖ്യപ്പെട്ടു. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah, 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 thank you Lord, praise you Jesus, hallelujah, hallelujah, thank you Lord, praise you Lord, praise you Jesus, hallelujah, amen. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എഴുതപ്പെടാത്ത ചാക്രിക ലേഖനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതിൻ്റെ പേരെന്താണ് ഉണ്ടോ? ദൈവത്തിൻ്റെ നാമം കരുണയാണ് അല്ലേ. ദൈവത്തിൻ്റെ നാമം കരുണയാണ്. അപ്പോൾ ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതാത്ത ചാക്രിക ലേഖനമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ എഴുതപ്പെടാത്ത ചാക്രിക ലേഖനം. അപ്പോൾ അതിൻ്റെ 4-ാം ഭാഗത്തിലേക്കാണ്, അല്ലെങ്കിൽ 4-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വായിക്കട്ടെ. അത് വായിക്കാൻ പോണേ. 4-ാം ഭാഗം കേട്ടോ. എടുത്തോ നിങ്ങളെല്ലാവരും. ആ തലക്കെട്ട് തന്നെ നിങ്ങൾ കണ്ടോ? ശിമയോൻ പത്രോസിനെ പോലെ ഒരു പാപി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്നിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ചോദ്യമാണ് കേട്ടോ. 4-ാം ഭാഗത്തിൽ അല്ലെ 4-ാമത്തെ അധ്യായത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുകയാണ് അഭിമുഖം നടത്തുന്നയാൾ. ഫസ്റ്റ് ചോദ്യമാണ് ഈ ഭാഗത്തിൽ. എന്താണ്? അങ്ങ് എപ്പോഴും ഒരു പാപിയാണെന്ന് സ്വയം നിർവചിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ഇങ്ങനെ പറയും, ഞാനും ഒരു പാപിയാണ് എന്നിങ്ങനെ പറയും. അത് ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അങ്ങനെയൊന്നുമല്ല, അത് ഓപ്പണായിട്ട് പറയുകയാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ പറയുന്നൊരു മാർപ്പാപ്പ അതൊരു അത്ഭുതകരമായിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, അങ്ങ് എപ്പോഴും ഒരു പാപിയാണെന്ന് സ്വയം നിർവചിക്കാറുണ്ട്. 2015 ലാറ്റിൻ അമേരിക്കയിലെ ബൊളീവിയ സന്ദർശിച്ചപ്പോൾ പാംസോളയിലെ തടവറകളിലെ കുറ്റവാളികളോട് അങ്ങ് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, നിങ്ങളുടെ മുമ്പ് ഈ കുറ്റവാളികളോട്, ഈ തടവറയിൽ കിടക്കുന്നവരോട് പറയാണ്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ നിരവധി പാപങ്ങളിൽ നിന്ന് ദൈവം മോചനം നൽകിയ വ്യക്തിയാണ്. കണ്ടോ? നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ നിരവധി പാപങ്ങളിൽ നിന്ന് ദൈവം മോചനം നൽകിയ വ്യക്തിയാണെന്ന്.
ഒരു മാർപ്പാപ്പ ഇങ്ങനെ സ്വയം പറയുന്നത് യഥാർത്ഥത്തിൽ ഏറെ ഹൃദയസ്പർശിയായി തോന്നി. അപ്പം അത് ചോദ്യമാണല്ലോ. അപ്പോൾ അതിന് ഉത്തരം കൊടുക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ശരിക്കും എൻ്റെ മുൻഗാമികളുടെ ജീവിതത്തിൽ പോലും, അതായത് അല്ലേ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുൻപിലുണ്ടായിരുന്ന മുൻഗാമികളുടെ ജീവിതത്തിൽ പോലും ഇത് അസാധാരണമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്ത്? മറ്റു മാർപ്പാപ്പമാരും അല്ലേ, ഒറ്റ വാക്കിലൂടെ പറഞ്ഞെന്താണ്? എന്നെപ്പോലെ വന്ന മുൻഗാമികളും അവരിലും ഇത് സാധാരണമാണെന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരും പാപികളാണ്, ഞാനും പാപിയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാം. അതേപോലെ എന്നെപ്പോലെ വന്ന എനിക്ക് മുമ്പ് വന്നവരും ഇത് തന്നെയാണ് അവസ്ഥ. മനസ്സിലാവേണ്ടത്. ശരിക്കും എൻ്റെ മുൻഗാമികളുടെ ജീവിതത്തിൽ പോലും ഇത് അസാധാരണമാണെന്ന് ഞാൻ കരുതുന്നില്ല. പോൾ ആറാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള പ്രക്രിയയുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഞാൻ ഇതിനകം ഉദ്ധരിച്ച വാക്കുകൾ പ്രതിധ്വനിക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉള്ളതായി മാർപ്പാപ്പയുടെ ഒരു സെക്രട്ടറി രഹസ്യമായി വെളിപ്പെടുത്തുകയുണ്ടായി. പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞു. അപ്പോൾ പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു ഉദ്ധരണിയാണ്, പറഞ്ഞ കാര്യത്തിലൂടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. എന്തെന്നാണത്? എന്നെ സംബന്ധിച്ചിടത്തോളം നികൃഷ്ടതയിലും ദൈവകരുണയുടെ സാന്നിധ്യത്തിലുമായിരിക്കുക എന്നത് ദൈവത്തിൻ്റെ തന്നെ ഒരു മഹാരഹസ്യമാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇപ്പം വായിച്ചു നിർത്തിയത് വല്ലതും മനസ്സിലായോ? പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും കൂടി നോക്കിയേ. എന്താ പറഞ്ഞ മാർപ്പാപ്പ? ഏത് മാർപ്പാപ്പയാണ് പറഞ്ഞത്? പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നും കൂടി നോക്കിയേ. എന്താ പറഞ്ഞ? എന്നെ സംബന്ധിച്ചിടത്തോളം നികൃഷ്ടതയിലും, അതായത് മോശമായ അവസ്ഥയിലും ദൈവകരുണയുടെ സാന്നിധ്യത്തിലും. കണ്ടോ? മോശമായ അവസ്ഥയിൽ, അതായത് ഞാൻ പാപാവസ്ഥയിലാണ്, അങ്ങനെ ഇരിക്കെ ദൈവകരുണയുടെ സാന്നിധ്യത്തിലും ആയിരിക്കുക എന്നത്. കണ്ടോ? ഞാൻ പാപിയായിരിക്കെ ദൈവകരുണയുടെ സാന്നിധ്യത്തിലുമായിരിക്കുക എന്നത് ദൈവത്തിൻ്റെ തന്നെ ഒരു മഹാരഹസ്യമാണ്. മനസ്സിലായോ? അത് ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തലല്ലേ? ഞാൻ പാപിയാണ്, പക്ഷേ ദൈവകരുണയുടെ സാന്നിധ്യത്തിലുമാണ് എന്നത് ദൈവത്തിൻ്റെ തന്നെ ഒരു മഹാരഹസ്യമാണ്. അതാണ് ഞാൻ നികൃഷ്ടത എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം മനസ്സിലായല്ലോ. മോശമായ അവസ്ഥ, നമ്മുടെ തന്നെ മോശമായ അവസ്ഥയിലും ദൈവകരുണയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുക എന്നുള്ളത്. ഇതിന് ഒരുപാട് വേണമെങ്കിൽ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിനും അല്ലേ ഒക്കെ എടുത്ത് പറയാനുണ്ട്. നമുക്ക് ഇപ്പം അതിലോട്ടൊന്നും നമ്മൾ പോണില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നും കൂടി അത് വായിക്കട്ടെ. പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ്. എന്താ പറഞ്ഞത്? എന്നെ സംബന്ധിച്ചിടത്തോളം നികൃഷ്ടതയിലും ദൈവകരുണയുടെ സാന്നിധ്യത്തിലുമായിരിക്കുക എന്നത്. കണ്ടോ? മോശപ്പെട്ട അവസ്ഥയിലും, അതായത് മറ്റൊരു വാക്ക് എന്താണ്? പാപകരമായ അവസ്ഥയിലും ദൈവകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ കരുണയുടെ ആ കീഴിലായിരിക്കുക എന്നത് ദൈവത്തിൻ്റെ തന്നെ ഒരു മഹാരഹസ്യമാണ്. എന്നെ സ്പർശിച്ചൊരു വാക്കാണിത്. മനസ്സിലായോ? നമ്മളെ സ്പർശിക്കണത് എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് നമ്മളെ സ്പർശിക്കണത്? ഇത് അതിനുത്തരം തരാമോ? എന്തുകൊണ്ടാണ് നമ്മളെ ഇത് സ്പർശിക്കണത്? നമ്മളും ഒരു പാപിയായതുകൊണ്ടാണ്. മനസ്സിലായി? ഞാനൊരു പാപിയായതുകൊണ്ടാണ് എനിക്കിത് സ്പർശിക്കുക. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയും ബലഹീനനുമായ മണ്ടനും പൊട്ടനുമായി കഴുത ഇതാ നിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. അത് ദൈവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ മുട്ടുകുത്തുമ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥനാ ശൈലിയാണ്. അപ്പോൾ ചോദിക്കും, അപ്പോൾ ഇങ്ങനൊരു ഇത് പറയാം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയെന്ന്, ഞാനാണ് ഏറ്റവും വലിയ പാപി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ശരിയാ, അപ്പോൾ പൗലോസ് അപ്പോസ്തലനല്ലേ ഏറ്റവും വലിയ പാപി? അപ്പോൾ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞാണ്, അല്ല. എന്തുകൊണ്ടാ? അവനിപ്പോൾ ആരായി? വിശുദ്ധനായി. മനസ്സിലായോ? വിശുദ്ധനായോ ഇല്ലയോ? പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ആരാ? മനസ്സിലാവുണ്ടോ? അവൻ വിശുദ്ധനല്ലേ? അപ്പോൾ അവൻ ആ പാപികളുടെ ഒന്നാം സ്ഥാനത്തിലാണോ ഇപ്പോൾ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എനിക്ക് ആ സ്ഥാനം കരസ്ഥമാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയും അതിനേക്കാൾ വലിയ ബലഹീനനുമാണ് ഞാൻ, മണ്ടനും പൊട്ടനുമായി കഴുത. അത് എൻ്റെ ഒരു സ്വയം പ്രേരിത പ്രാർത്ഥനയാണ്, എനിക്ക് പരിശുദ്ധാത്മാവ് തോന്നിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഉരുവിടും. ദൈവാലയത്തിൽ മുട്ടുകുത്തുമ്പോൾ ഇത് പറയും. മനസ്സിലാവുണ്ടോ? അപ്പോൾ
ആ കാര്യമാണ് ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നികൃഷ്ടതയിലും ദൈവകരുണയുടെ സാന്നിധ്യത്തിലുമായിരിക്കുക എന്നത് ദൈവത്തിൻ്റെ തന്നെ ഒരു മഹാരഹസ്യമാണ്. മഹാരഹസ്യം. ആ രഹസ്യം എന്താണ്? രഹസ്യം എന്ന് വെച്ചാൽ അത് പരസ്യമല്ല അല്ലേ? അത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യത്തിനെയാണ് രഹസ്യം എന്ന് പറയണത്. മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണ്? അത് മറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അതെന്താണ്? രഹസ്യമാണ്. അതാണ് രഹസ്യം എന്ന വാക്ക്. ഞാൻ എന്നിട്ട് പറയാണ് പോളാറാമൻ മാർപ്പാപ്പ, ഞാൻ ഒന്നുമല്ല, ഞാൻ നികൃഷ്ടനാണ്. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ രക്ഷിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ കണ്ടെത്തിയ നികൃഷ്ടതയിൽ നിന്നും, അതായത് മോശാവസ്ഥയിൽ നിന്ന് എന്നെ നീക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അത് സ്വയം ചെയ്യാൻ എനിക്ക് കഴിവില്ല. കണ്ടോ, ഞാൻ പാപിയാണ്. പക്ഷേ ആ പാപത്തിൽ നിന്ന് കരകയറാൻ, ആ പാപത്തെ എന്നിൽ നിന്ന് മാറ്റാൻ സ്വയം ചെയ്യാൻ എനിക്ക് കഴിവില്ല. അതിനെ മാറ്റാൻ എനിക്ക് സ്വയം ചെയ്യാനാവില്ല. മനസ്സിലാവുണ്ടോ? എനിക്കതിന് കഴിവില്ല. മനസ്സിലായി? അപ്പം എന്ത് ചെയ്യും? അപ്പം എന്താണ് പിന്നെ പറയണേ? അത് സ്വയം ചെയ്യാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് അവിടുന്ന് തൻ്റെ പുത്രനെ അയക്കുന്നു. കണ്ടോ, അതുകൊണ്ട് അവിടുന്ന് തൻ്റെ പുത്രനെ അയക്കുന്നു. എന്നോട് പുത്രനായ ദൈവം കാണിക്കുന്ന സ്നേഹത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ട് കിട്ടുകയാണ്. കണ്ടു, ഓരോ വാക്കിനും വലിയ അർത്ഥമുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെയൊക്കെ വായിച്ചു പോവല്ല. നമ്മൾ വിചാരിക്കും ഇപ്പം ഇതൊക്കെ എന്താ ഇത്ര വില കൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഇത്ര വലിയ കാര്യം എന്താ? കരുണ, പാപം, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണ്. മനസ്സിലായോ? അപ്പം എന്നിട്ട് പറയാണ്, ഇത് സ്വയം ചെയ്യാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് അവിടുന്ന് തൻ്റെ പുത്രനെ അയക്കുന്നു. എന്നോട് പുത്രനായ ദൈവം കാണിക്കുന്ന സ്നേഹത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ട് കിട്ടുകയാണ്. ഇതിനായി നിങ്ങൾക്ക് പ്രത്യേകമായ കൃപ ആവശ്യമാണ്. കണ്ടോ, ഇതിനായി നിങ്ങൾക്ക് പ്രത്യേകമായ കൃപ ആവശ്യമാണ്. എന്താണ് ആ കൃപ? പരിവർത്തനത്തിൻ്റെ കൃപ, അതായത് മാറ്റത്തിൻ്റെ, ഒരു തിരിച്ചുവരവിൻ്റെ കൃപ ആവശ്യമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പശ്ചാത്താപത്തിൻ്റെ ഒരു അവസ്ഥയുണ്ടാവാം ആ കൃപയിലേക്ക് വരണമെങ്കിൽ. മനസ്സിലായേ? തിരിച്ചുവരവ്, പരിവർത്തനം എന്ന വാക്കിനെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതെന്താ? മാറ്റം, പരിവർത്തനം ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ മാറ്റം, അല്ലെങ്കിൽ എന്താണ്? ഒരു തിരിച്ചുവരവ്, പരിവർത്തനത്തിൻ്റെ കൃപ ആവശ്യവും. അപ്പോൾ അതിനെന്താണ് മെയിനായിട്ട് വേണ്ടത്? പശ്ചാത്താപം. എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ എന്നിൽ പ്രവർത്തിക്കുന്നു. ഇത് ക്രിസ്തീയമായ സന്ദേശത്തിൻ്റെ മനോഹരമായ സമന്വയമാണ്. സമന്വയം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ വാക്കിനർത്ഥം. അതിൻ്റെ ഒന്നിക്കുന്ന അവസ്ഥ, സമന്വയം. ഇത് ക്രിസ്തീയമായ സന്ദേശത്തിൻ്റെ മനോഹരമായ സമന്വയമാണ്. വിക്ടോറിയോ വെനേറ്റോറിയയിൽ ആൽബിനോ ലൂസിയാനി മെത്രാൻ പദം, ആൽബിയോനോ ലൂസിയാനി എന്ന് പറഞ്ഞ ആ വൈദികൻ മെത്രാൻ പദം ഏറ്റെടുത്ത ശേഷം നടത്തിയ, അപ്പോൾ അത് ആരാണെന്നുള്ളത് നമ്മൾ പിന്നീട് അടിയിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചു ആൽബിയാനോ ലൂസിയാനോ ആരാണെന്നുള്ളത്. പക്ഷെ അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അത് അടിയിലേക്ക് വരുമ്പോൾ കാണാം ആരായിരുന്നു. അപ്പോൾ അദ്ദേഹം മെത്രാൻ പദം ഏറ്റെടുത്തപ്പോൾ എന്തുണ്ടായി? ഏറ്റെടുത്ത ശേഷം നടത്തിയ സുവിശേഷ പ്രസംഗത്തിൽ തന്നെ ദൈവം മെത്രാനായി തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. ശ്രദ്ധിക്കണോട്ടോ, ഇങ്ങനെ പറയുകയുണ്ടായി. ശ്രദ്ധിക്കണേ, ചില കാര്യങ്ങൾ മാർബിളിലോ വെങ്കലത്തിലോ കൊത്തിവയ്ക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. കണ്ടോ, ചില കാര്യങ്ങളെ മാർബിളിലോ വെങ്കലത്തിലോ കൊത്തിവയ്ക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. പകരം പൊടിയിൽ മതിയെന്ന് കർത്താവ് കരുതി. അല്ലേ? നമ്മൾ എന്താണ്? മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ പിന്തിരിയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആരാണ്? നമ്മളൊന്നുമല്ല. അപ്പം നമ്മളാരാ? നമ്മൾ പൊടിയാണ്, മണ്ണാണ്. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിലേക്ക് തന്നെ അവൻ വിട്ടു. ഏദൻ തോട്ടത്തിൽ ആ സംഭവത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത് പറഞ്ഞായിരുന്നു. കണ്ടോ, ഇത് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ് കേട്ടോ. ഇല്ലേ? അത് അടിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു മാർപ്പാപ്പയുടെ കോട്ടാണിത് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? മെത്രാൻ പദം ഏറ്റെടുത്തപ്പോൾ മെത്രാൻ പദം ഏറ്റെടുത്തപ്പോൾ ഈ ആൽബിനോ ലൂസിയാനി എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? എന്താണ്? ചില കാര്യങ്ങൾ വെങ്കലത്തിലോ മാർബിളിലോ കൊത്തിവയ്ക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല, പകരം പൊടിയിൽ മതിയെന്ന് കർത്താവ് കരുതി. അതാണ് ബലഹീനനായ മനുഷ്യനെ ദൈവത്തിൻ്റെ
വേലയ്ക്കായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്, പാപിയായ മനുഷ്യൻ. അതുകൊണ്ടാണ് മാർബിളിലോ വെങ്കലത്തിലോ കൊത്തിവെക്കാനൊന്നും കർത്താവ് ഇഷ്ടപ്പെട്ടില്ല. അത് പൊടിയിൽ കൊത്തിവെച്ചാൽ മതി എന്ന് കർത്താവ് അങ്ങോട്ട് മനസ്സ് കരുതി. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ആരുടെയും യോഗ്യതയാലല്ല. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നമ്മളെക്കുറിച്ചുള്ള ഇപ്പം നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണെന്ന് നമ്മൾ പറയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് ആരുടെയും യോഗ്യതയാലല്ല. മനസ്സിലായോ? യോഗ്യതയാലല്ല. പിന്നെന്താണ്? അത് ദൈവത്തിൻ്റെ മാത്രമാണ്. തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ മാത്രം. ഈ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത് ഒരു വശം. മറ്റൊരു വശത്ത് എന്താണ്? നമ്മളുടെ ആരുടെയും യോഗ്യതയാലല്ല നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ മാത്രം കാര്യമാണ്. തിരഞ്ഞെടുപ്പ്. അന്ന് മെത്രാനും പിൽക്കാലത്ത് ജോൺ പോൾ ഒന്നാമൻ എന്ന മാർപ്പാപ്പയുമായ, ശ്രദ്ധിക്കണേ, ആൽബിയോനോ ലൂസിയാനി എന്ന് പറഞ്ഞ വ്യക്തി ആരായിരുന്നു? അന്ന് മെത്രാനും പിൽക്കാലത്ത് പിന്നീട് ജോൺ പോൾ ഒന്നാമൻ എന്ന മാർപ്പാപ്പയുമായ അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത് വെറും പൊടി എന്നാണ്. വെറും പൊടി. മനസ്സിലാവുണ്ടോ? വെറും പൊടി എന്നാണ്. ഞാനൊരു മണ്ണാണെന്ന് വിശേഷിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പുനരുദ്ധാനത്തിന്റെ ഞായറാഴ്ച ശിമയോൻ പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, അപ്പോൾ ഒന്നാം മാർപ്പാപ്പയിലേക്ക് പോവാണ്. പിന്നെ മനസ്സിലായോ? കത്തോലിക്ക സഭയുടെ ഒന്നാം മാർപ്പാപ്പയിലേക്ക് പോവാണ്. ആരാണ്? ശിമയോൻ പത്രോസ്. കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ 24:34 ലൂക്ക കേട്ടോ, അതിപ്പോൾ എടുക്കണ്ട. സുവിശേഷകൻ സ്വന്തമായി സൂചിപ്പിച്ച ഒരു സമാഗമമുണ്ട്. ശിമയോന് പ്രത്യക്ഷപ്പെട്ടുവെന്ന പരാമർശം വായിക്കുമ്പോൾ യേശു എന്തായിരിക്കാം അദ്ദേഹത്തോട് പറഞ്ഞത്? താനൊരു പാപിയെ പോലെയാണെന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞിരിക്കുമോ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുരോഹിതന്റെ വസതിക്ക് പുറത്തെ മുറ്റത്ത് വെച്ച് 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞത് പത്രോസ് ചിന്തിച്ചിരിക്കണം. ഇതൊക്കെ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളിപ്പിനി ആ ബൈബിളിൽ നിന്നൊന്നും ഇപ്പം അതെടുത്ത് വായിക്കുന്നില്ല. 3 പ്രാവശ്യം ഈശോന പത്രോസ് തള്ളിപ്പറഞ്ഞ അവസ്ഥയും ആ ഭാഗങ്ങളും ആ അവസ്ഥകളും എല്ലാം നമുക്കറിയാവുന്നതാണ്. തൻ്റെ കയ്പുള്ള പരസ്യമായി കണ്ണീർ വാർത്ത ആ നിമിഷങ്ങൾ പത്രോസ് ചിന്തിച്ചിരിക്കാം. പത്രോസ് ഇതെല്ലാം ചെയ്തുവെന്നും തള്ളിപ്പറഞ്ഞുവെന്നും സുവിശേഷങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം ആണെങ്കിലും യേശു പത്രോസിനോട് പറഞ്ഞു, ഇവിടെ ഉണ്ടോ ഹൈലൈറ്റ്, ഇതെല്ലാം ആണെങ്കിലും യേശു പത്രോസിനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? എൻ്റെ ആടുകളെ മേയ്ക്കുക. മനസ്സിലായോ? എൻ്റെ ആടുകളെ മേയ്ക്കുക. നമ്മളാണെങ്കിൽ പറയോ? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞൊരു വ്യക്തിനോട് പറയാണ് ഈശോ, 3 പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞ ആളോട് ഈശോ പറയാണ്, നീ എൻ്റെ ആടുകളെ മേയ്ക്കി. നീ എന്തിനാണ് എന്നെ തള്ളിപ്പറഞ്ഞതെന്ന് ഈശോ ചോദിച്ചില്ല അവിടെ. നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്കാണ് വിരൽ ചൂണ്ടണേന്ന്. മനസ്സിലായോ? അത് ഇന്നലെ രാത്രി കിട്ടിയ ഒരു ആശയമാണ്. അത് നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു ആശയമാണ്. പക്ഷേ അത് ഇന്നലെ രാത്രി തന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു കർത്താവ്. അതായത് ഞാൻ എപ്പോഴും വിരൽ ചൂണ്ടിയിരിക്കണത് ആരുടെ? അവൻ, അവള്, അയാൾ, അവരുടെ എല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് അവരുടെ തിന്മകളും കുറവുകളും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കാര്യമാണോ പറയണം, ഞാൻ അങ്ങനെ ചൂണ്ടും, വിരൽ ചൂണ്ടും. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ തിന്മയിലേക്ക് എൻ്റെ വിരൽ ചൂണ്ടിയില്ല. മനസ്സിലായോ? എൻ്റെ തിന്മകളിലേക്ക് ഞാനൊരു തിന്മയുള്ള ആളാണ്, ഞാൻ ഒരു തെറ്റായ ചിന്താഗതിക്കാരനാണെന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നില്ല. എനിക്ക് എൻ്റെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ തെറ്റുകാരാക്കാനും കുറവുള്ളവർ ആക്കാനും ആണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഇന്നലെ രാത്രി മുതൽ ഞാൻ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടണം. എൻ്റെ നന്മകൾ പറയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഭാഗത്തേക്ക്, എന്നിലേക്ക് വിരൽ ചൂണ്ടുക.
പക്ഷെ ഇനി മുതൽ എൻ്റെ തിന്മകൾ പറയാൻ ഞാൻ വിരൽ എന്നിലേക്ക് ചൂണ്ടാൻ ഞാനിനി ശ്രമിക്കുക. അപ്പം ഇവിടെ അതാണ് എനിക്ക് മനസ്സിലാകണത്. എന്താണ് ഈശോ എന്ത് പറഞ്ഞില്ല? നീ എന്നെ തള്ളി പറഞ്ഞത് കൊണ്ട് നിനക്ക് ഈ പദവി, ഈ സ്ഥാനം നിനക്ക് നഷ്ടമായി, അല്ലെങ്കിൽ ഞാനത് നിനക്ക് തരുന്നില്ല, ഈ ഡെസിഗ്നേഷൻ നിനക്ക് കിട്ടില്ല എന്ന് ഈശോ പറഞ്ഞു. പണം യൂദാസിൻ്റെ കയ്യിലായിരുന്നു. അത് യേശുവാണ് യൂദാസിനെ ഏൽപ്പിച്ചത്. അതിൽ നിന്ന് പണം മോഷ്ടിക്കുമായിരുന്നുവെന്ന് യേശുവിന് അറിയാമായിരുന്നു. എന്നിട്ടും യേശു അവനെ കള്ളൻ എന്ന് വിളിച്ചില്ല. ഇതാണ് യേശുവിൻ്റെ മനോഭാവം. മനസ്സിലായോ? നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഈശോ നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയോ ഇതിൻ്റെ വ്യാപ്തി എന്തോരം ഉണ്ടെന്ന്? ഇതിൻ്റെ ശരിക്കുള്ള രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ലഘുവായിട്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കംപ്ലീറ്റ് ലഘുവായിട്ട് എല്ലാ കാര്യങ്ങളെയും ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. ഈശോ ഒരാളെയും കുറ്റപ്പെടുത്തിയില്ല. അവൻ്റെ പരസ്യ ജീവിതത്തിലാണെങ്കിലും നമുക്ക് ആ മാതൃകാ ജീവിതം കാണിച്ചു തന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒരു വിഭാഗം മാത്രമേ യേശുവിൽ നിന്ന് മാറി നിന്നുള്ളൂ. അത് ആ രക്ഷ വേണ്ടെന്ന് അവർ പറഞ്ഞതിലൂടെയാണ്. കപടനാട്യക്കാരെ എന്ന് ഈശോ വിളിച്ചത് ആരെയാണോ അവർ മാത്രമേ യേശുവിൻ്റെ രക്ഷയിൽ നിന്ന് അകന്നു മാറി നിന്നുള്ളൂ. വേറെ ആരെയും കർത്താവ് മാറ്റി നിർത്തിയില്ല. മത്തായി ചുങ്കസ്ഥലത്തിരിക്കണത് ഈശോ കണ്ടപ്പോൾ ഈശോ എന്താ ചെയ്തേ? എന്നെ അനുഗമിക്കുക. അതിനു മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റൊരു വിശുദ്ധൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ വീണ്ടും കോട്ട് ചെയ്ത് പറയുകയാണ്. അങ്ങനെ മത്തായി ചുങ്കസ്ഥലത്തിരിക്കുമ്പോൾ യേശു അവനെ കരുണയോടുകൂടി നോക്കിക്കൊണ്ട്. ചുങ്കസ്ഥലത്തിരിക്കുന്നവർ അത്ര നല്ല ആൾക്കാരല്ല. കാരണം അവർ ചുങ്കം കൂടുതൽ പാവപ്പെട്ട നിർധനരായ ആൾക്കാരിൽ നിന്ന് കൂടുതൽ ചുങ്കം നികുതി പിരിക്കുന്ന ആൾക്കാരാണ്. അതോടൊപ്പം അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? റോമാക്കാർക്ക് വേണ്ടി. അപ്പം അങ്ങനത്തെ ആൾക്കാർ, നിർധനരായ ആൾക്കാർക്ക് ഇഷ്ടം വരുന്നില്ല. കാരണം അവരെപ്പോഴും പീഡിപ്പിക്കപ്പെടുമായിരുന്നു ഈ ചുങ്കം പിരിക്കുന്ന ആൾക്കാരെ കൊണ്ട്. അപ്പം മത്തായിനെയും അങ്ങനെ ഇഷ്ടമായിരുന്നില്ല ആ നാട്ടിൽ. അങ്ങനെ ഇരിക്കെയാണ് ഈശോ അവനെ കരുണയോടുകൂടി നോക്കണേന്ന്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈശോ അവനെ കരുണയോടുകൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ. ഇത് വലിയൊരു വിഷയമാണ് കേട്ടോ. ഇതൊരു വലിയ വിഷയമാണ്. നമുക്ക് മറ്റൊരാളെ കരുണയോടുകൂടി നോക്കാൻ പറ്റണില്ല, എത്ര ശ്രമിച്ചിട്ട്. നമ്മൾ വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുന്നു. എനിക്ക് നോക്കാൻ പറ്റണില്ല ഒരാളെ കരുണയോടുകൂടി. ഇത് നമുക്ക് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്താം. അപ്പോൾ ഈശോ പറഞ്ഞു, ഇതെല്ലാം ആണെങ്കിലും യേശു പത്രോസിനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കാൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ പിൻഗാമികൾ പാപികളാണെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ? അതുകൊണ്ട് തന്നെ പത്രോസ് തന്നെ, ആദ്യത്തെ മാർപ്പാപ്പ തന്നെ 3 പ്രാവശ്യം ആ ദൈവത്തെ, യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് അവൻ്റെ പിൻഗാമികൾ, പത്രോസിൻ്റെ പിൻഗാമികൾ പാപികളാണെന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ലാന്ന് മനസ്സിലാവുണ്ടോ? അതിനെ വ്യാഖ്യാനിച്ചത് അങ്ങെന്തുകൊണ്ടാണ് അങ്ങ് തന്നെ പാപിയാണെന്ന് പറയണത് എന്ന ചോദ്യത്തിന് മാർപ്പാപ്പ കൊണ്ടെന്ന് വെച്ചിരിക്കുന്ന ഉത്തരം കണ്ടു. ഏതുകൊണ്ട് ഈ ഒന്നാമത്തെ മാർപ്പാപ്പയായ പത്രോസ് തന്നെ ഈ ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ പുറകെ വന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത്ഭുതമൊന്നുമില്ല. അത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം പാപം. ഇവിടെ വേറൊരു കാര്യം പറയട്ടെ. വിശുദ്ധ സ്ഥലത്ത് പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഞാൻ പോയിട്ടില്ല,
അവിടെ ഒരു കോഴിയുടെ രൂപമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞല്ലോ. ആ തള്ളി പറഞ്ഞതിന് ശേഷം പിന്നീട് കോഴി കൂകുന്നത് കേൾക്കുമ്പോൾ ഇവൻ ആ സ്ഥലത്ത് വന്നിരുന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ പൊട്ടിക്കരയുമായിരുന്നു. അത് ബൈബിളിൽ എഴുതിയിട്ടില്ല, മനസ്സിലാവുണ്ടോ? എന്ത് ചെയ്യുമായിരുന്നു? യേശുവിനെ തള്ളി പറഞ്ഞതിന് ശേഷവും ഇവൻ പശ്ചാത്താപത്തിലേക്ക് വന്നതിന് ശേഷവും പിന്നീട് അവൻ എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെ കോഴി കൂകുന്നത് കേൾക്കുമ്പോൾ ആ സ്ഥലത്ത് വന്നിരുന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ ഇങ്ങനെ കരയുമായിരുന്നു പത്രോസ്. ഒന്നാമത്തെ മാർപ്പാപ്പയുടെ അവസ്ഥയാണ് ഈ പറയാൻ, മനസ്സിലായി? അല്ലെങ്കിൽ ആ സാഹചര്യത്തെ പറയുകയാണ്. അങ്ങനെ കരയുമായിരുന്നു അവിടെ. അതെല്ലാ ദിവസവും കോഴി എപ്പോഴാണ് കൂകണേ? എല്ലാ ദിവസവും കൂകില്ലേ? അപ്പം ആ ശബ്ദം ആ സമയത്ത് രാവിലെ കേൾക്കുമ്പോൾ ഇവൻ അവിടെ വന്നിരുന്ന് കരയുമായിരുന്നു. ഒരു നീണ്ട റിപ്പൻഡിങ്, എന്താ പറയണ അതിനല്ലേ, എല്ലാ ദിവസവും അതിന് പശ്ചാത്തപിച്ചുകൊണ്ടിരുന്നു പത്രോസ്. അതും വലിയൊരു അറിവായിരുന്നു എനിക്ക്. അപ്പം എന്നിട്ട് പറയാണ്, അതുകൊണ്ട് തന്നെ അവർ പിന്നെ പാപികളാണെന്ന് പറയാൻ അത്ഭുതപ്പെടുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ള ഒരു മനുഷ്യനാണ് മാർപ്പാപ്പ. കണ്ടോ, ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ള ഒരു മനുഷ്യനാണ് മാർപ്പാപ്പ എന്ന്. ബൊളീവിയയിലെ പാംസോളോ ജയിലിലെ സ്ത്രീകളും പുരുഷന്മാരുമായ തടവുകാർ എനിക്ക് വളരെ ഏറെ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഇനി ജയിലിനെ കുറിച്ച് പറയാണ്. ജയിൽ സന്ദർശിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ജയിലുകൾ സന്ദർശിക്കുന്നതിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. എല്ലാവരും സന്ദർശിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റൊരു വീക്ഷണവും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. അത് പിന്നെ അടിയിലേക്ക് വരുമ്പോൾ, പാംസോള ജയിലിലെ സ്ത്രീകളും പുരുഷന്മാരുമായ തടവുകാർ എനിക്ക് വളരെ ഏറെ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഞാൻ ഏറെ ആത്മാർത്ഥതയോടെയാണ് അവരോട് സംസാരിച്ചത്. വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും വരെ തടവുകാരായിരുന്നുവെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു. കണ്ടു, ആ തടവുകാരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞെന്താ? വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും വരെ തടവുകാരായിരുന്നുവെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ജയിലുകളിലെ തടവുകാരോട് എനിക്ക് പ്രത്യേക ബന്ധമാണുള്ളത്. ഉണ്ടോ? സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ജയിലുകളിലെ തടവുകാരോട് എനിക്ക് പ്രത്യേക ബന്ധമാണുള്ളത്. ഒരു പാപിയാണെന്ന അവബോധമുള്ളത് കൊണ്ട്, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അദ്ദേഹം തന്നെ ഒരു പാപിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവരുമായി അടുപ്പം പുലർത്തിയിരുന്നു. ദിവ്യബലി അർപ്പിക്കുന്നതിനോ ജയിൽ സന്ദർശിക്കാനോ ഞാൻ ജയിലിൻ്റെ കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു, എന്തുകൊണ്ട് അവർ മാത്രം ഈ ജയിലിൽ? ഞാൻ എന്തുകൊണ്ട് അവിടെ ആയിരിക്കുന്നില്ല? ഞാൻ തീർച്ചയായും അവിടെ ഞാൻ ജയിലിൻ്റെ കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു, എന്തുകൊണ്ട് അവർ മാത്രം ജയിലിൽ? ഞാൻ എന്തുകൊണ്ട് അവിടെ ആയിരുന്നില്ല? ഞാൻ തീർച്ചയായും അവിടെ ആയിരിക്കേണ്ട വ്യക്തിയാണ്. ഞാൻ ഇവിടെ ജീവിക്കാൻ അർഹനാണ്. അവരുടെ വീഴ്ച ഞാൻ കാരണമായിരിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണം, അവരുടെ വീഴ്ച ഞാൻ കാരണമായിരിക്കാം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെക്കാൾ ശ്രേഷ്ഠത തോന്നേണ്ട കാര്യമില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെക്കാൾ ശ്രേഷ്ഠത തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ കൂടി അവരോടൊപ്പം ഉണ്ടാകേണ്ടതല്ലേ? പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ തടവുകാരെ കാണുമ്പോൾ അദ്ദേഹം ചിന്തിച്ചിരുന്നു. എന്ത് ചിന്തിക്കുന്നു? എന്തുകൊണ്ടാണ് അവരെല്ലാം ഈ ജയിലിൽ? ഞാനും ആകേണ്ടിയിരുന്നതല്ലേ ഈ ജയിലിൽ? ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ
ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി. ആ അവസാന ഭാഗത്ത്, മൂന്നാം ഭാഗത്ത് അവസാന ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ മനസ്സിലായി, വിധിക്കപ്പെടാനിരിക്കുന്നവൻ്റെ കാഴ്ചപ്പാടിൽ വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നതാണത്. വിധിക്കപ്പെടാനിരിക്കുന്നവൻ്റെ കാഴ്ചപ്പാട് ശരിക്കിതല്ലേ അത്? എന്തുകൊണ്ട് ഞാൻ അവിടെ ആയിരിക്കുന്നില്ല, ഈ ജയിലിൽ? നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ ജയിലിൽ കിടക്കാത്തത്. ശരിക്കും നമ്മളെയൊക്കെ ആദ്യം പിടിച്ചിട്ടുണ്ട് ജയിലിൽ. അതിനുള്ള പ്രവൃത്തികൾ നമ്മുടെ കയ്യിൽ ഇല്ലേ? എന്തുകൊണ്ട് നമ്മൾ അവിടെ ആയില്ല? അതും ദൈവത്തിൻ്റെ കരുണയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പറയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ, ഒരുപക്ഷെ ഇവരെല്ലാം ഇവിടെ ആയിരിക്കണത് ഞാൻ കാരണമായിരിക്കാമെന്ന്. മനസ്സിലായോ? എൻ്റെ വീഴ്ച, അവരുടെ വീഴ്ച ഞാൻ കാരണമായിരിക്കാം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറയണമെങ്കിലേ അവരുടെ വീഴ്ച ഞാൻ കാരണമായിരിക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കായുള്ളത്? സത്യത്തിൽ വല്ല ലോജിക്കുണ്ടോ നമ്മുടെ കാഴ്ചപ്പാട്, മാനുഷിക കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ? അല്ല, അത് ദൈവിക കാഴ്ചപ്പാടാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ അങ്ങനെയാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യണതിൻ്റെ അർത്ഥം അതാണ്. ഞാനിപ്പിന്നെ ഇവിടെ പറയണില്ല. ഈ തടവുകാരുടെ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതമാണ്. അതാണ് ഞാൻ ഈ പെട്ടെന്ന് ഇങ്ങനെ ഇതാവണത്. എൻ്റെ ജീവിതമാണ് ഇവിടെ. ഇത് കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? തടവുകാരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇത് തോമസ് പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് എന്നോട് അങ്ങനെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോമസ് പോൾ പറഞ്ഞു, അതായത് ഇത് ഇംഗ്ലീഷും സ്പാനിഷിലുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു പ്രബോധനം ഇറങ്ങിയിട്ടുള്ളത്. 2 ഭാഷകളിലാണ്, ഒന്ന് ഇംഗ്ലീഷും സ്പാനിഷും. അപ്പം അങ്ങനെ അതെനിക്ക് തന്നിട്ട് പറഞ്ഞു, അല്ലേ, ഇത് നിനക്ക് ഉപകാരപ്പെടും, നീ വായിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇംഗ്ലീഷ് നമുക്ക് അറിയില്ല, സ്പാനിഷോ ഒട്ടും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കുറച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ മകളെ കൊണ്ട് ഞാനത് അവൾ ഗൂഗിളിലൂടെ ഒക്കെ നോക്കി അത് മലയാളത്തിലാക്കിച്ചു ഞാൻ അവളെ കൊണ്ടത്. എന്നിട്ട് ഞാനത് വായിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കിത് വായിക്കണം എന്നുള്ള എത്രത്തോളമുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാനത് ചെയ്തതെന്ന്. എൻ്റെ കൂട്ടുകാരൻ്റെ മോളെ കൊണ്ട് ഞാനിത് ഈ ഒരു ചെറിയ പുസ്തകം, വളരെ 38 പേജുകളേ ഉള്ളൂ. അത് സ്പാനിഷ് ഭാഷ മാറ്റിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ, മലയാളം മാത്രം. അതായത് ഏതെങ്കിലും അല്ലേ, ഇംഗ്ലീഷും സ്പാനിഷും കൂടി ആകുമ്പോൾ ഇതിലും കൂടുതൽ പേജുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാത്രം നോക്കി ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. അങ്ങനെ അത് ഗൂഗിളിൽ അവൾ നോക്കി, അങ്ങനെയൊക്കെ നോക്കി അതെങ്ങനെ ചെയ്തെടുത്തു എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും അത് മലയാളത്തിലാക്കി എനിക്ക് എഴുതി തന്നു മുഴുവനും. അത് ഞാനിരുന്ന് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചതിലൂടെ എനിക്ക് തോന്നി, കർത്താവ് എന്നോട് ഇങ്ങനെ പറയണത് പോലെ തോന്നി, ഇത് മലയാളത്തിലാക്കണം. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് മലയാളത്തിലാക്കാനുള്ള കഴിവ് എങ്ങനെയാണ് ഇത് ആക്കണേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ ജോസ് മാണിപ്പറമ്പിൽ ഞാൻ പരിചയപ്പെടണതും. പരിചയം നേരത്തെ ഉണ്ട്, അതിന് മുൻപേ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് എന്തുകൊണ്ട് ചെയ്യിപ്പിച്ചുകൂടാ എന്ന് അദ്ദേഹം വിചാരിച്ചാൽ ഒരുപക്ഷെ സാധിക്കുമല്ലോ. കാരണം അദ്ദേഹം റോമിൽ നിന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയും ജോൺ പോൾ 2 മാർപ്പാപ്പമാരുടെ എല്ലാം പ്രബോധനങ്ങളെ അദ്ദേഹം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഉള്ള ആധികാരികമായ അധികാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പം എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ സാധിച്ചുകൂടാ? അല്ലേ, സാധിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരത്തെ ഓഫീസിൽ പോയി അദ്ദേഹത്തിനെ താമസ സ്ഥലത്ത് പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചില്ല എന്നുള്ളൂ ഈ കാര്യം പറഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ വളരെ പുള്ളി അഭിനന്ദിച്ചത് ചെയ്യാം, ഞാൻ വളരെ തിരക്കിലാണ് കണ്ണാ, പക്ഷേ ഈ ഒരു കാര്യം നീ പറയുമ്പോൾ ഇതെനിക്ക് ചെയ്യാൻ തോന്നുകയാണ്, അതുകൊണ്ട് ഞാനത് നിനക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ചെയ്യുണ്ടായി. അങ്ങനെ നമ്മൾ റോമിലേക്ക് ഇതിന് ലെറ്റർ എഴുതി. ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ അതിന് പെർമിഷൻ ചോദിച്ചുകൊണ്ട് കത്തെഴുതി. പെട്ടെന്ന് തന്നെ അതിന് അനുവാദം കിട്ടി, നിങ്ങളിത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 5000 രൂപ അതിനവിടെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. 5000 രൂപ അവിടെ കെട്ടിവെച്ചു. അതുകൂടാണ്ട് അച്ഛൻ തന്നെ പ്രബോധനങ്ങൾ അച്ചടിക്കുന്ന ബാംഗ്ലൂരത്തെ പ്രസ്സിൽ പോയിട്ട്
അവിടെ അച്ഛൻ ഇത് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അവിടെയും കുറേ പൈസ ആവശ്യമുണ്ടായിരുന്നു. അതെല്ലാം കർത്താവ്, എൻ്റെ കയ്യിൽ ഒരു രൂപ ഉണ്ടായില്ല, പക്ഷേ ഞാനതെല്ലാം കർത്താവ് എനിക്ക് തന്നു. അതിൻ്റെ കഥയൊന്നും ഞാനിപ്പം ഇവിടെ പറയണില്ല, ചില ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്നിട്ട് അങ്ങനെ അത് ചെയ്തെടുത്തു. അങ്ങനെയാണ് അങ്ങനെ 1000 കോപ്പി നമ്മൾ ഇത് ചെയ്തെടുത്തു ഇങ്ങനെ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, കണ്ണ ഇതിന് ഓരോന്നിനും എത്ര രൂപ വെച്ചാൽ ഇടേണ്ടത് എന്ന് ചോദിച്ചു. നീ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വില ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഞാനിത് കൊടുക്കുന്നത് വിലയ്ക്കല്ല അച്ഛോ എന്ന് പറഞ്ഞു. ഞാനിത് കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്, ഒരാളുടെ നിന്ന് പൈസ മേടിച്ചിട്ടില്ല ഇത് കൊടുക്കുമ്പോൾ. മനസ്സിലായി? അപ്പം ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയാണ്, എന്തുകൊണ്ടാണ് അവരെല്ലാം അവിടെ ആയിരിക്കണത്, ഞാൻ എന്തുകൊണ്ട് അവിടെ ആയില്ല എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ തടവുകാർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഈ ഒരു ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിലെഴുതിയിരിക്കുന്ന കാര്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ ഉദ്ധരിക്കുന്നത്. ശരിക്കങ്ങാടി ഇതാവണേ. ഞാനിത് റെക്കോർഡ് ചെയ്യണോണ്ടിട്ടാണ് ഞാൻ പിടിച്ചിരിക്കണേ. എന്തുകൊണ്ട് അവിടെ ആയിരുന്നില്ല? ഞാൻ തീർച്ചയായും അവിടെ ആയിരിക്കേണ്ട വ്യക്തിയാണ്. ഞാൻ ഇവിടെ, എന്നിട്ട് പറയാണ്, ഞാൻ ഇവിടെ ജീവിക്കാൻ അർഹനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണം, ഞാൻ എവിടെ ജീവിക്കാൻ, ഈ ജയിലിൽ ജീവിക്കാൻ ഞാൻ അർഹനാണ്. അവരുടെ വീഴ്ച ഞാൻ കാരണമായിരിക്കാം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെക്കാൾ ശ്രേഷ്ഠത തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, എന്തുകൊണ്ട് അയാൾ, ഞാനും കൂടി അവരോടൊപ്പം ഉണ്ടാകേണ്ടതല്ലേ? ഇത്തരമൊരു ചിന്ത നമ്മെ ഞെട്ടിച്ചേക്കാം. എന്നാൽ ഞാൻ ശിമയോൻ പത്രോസിൽ നിന്ന് ആശ്വാസം തേടി. അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു, എന്നിട്ടും അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കണ്ടോ, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാലും എന്ത് ചെയ്തു? പത്രോസിനെ നോക്കി ആശ്വാസം അടഞ്ഞു. എന്തുകൊണ്ട്? അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു 3 പ്രാവശ്യം. ഒരിക്കലും പിന്നെ ആ യേശുവായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ തരത്തിലുള്ള യോഗ്യത അവനില്ല. പക്ഷെ എന്നിട്ടും യേശു എന്ത് ചെയ്തു? അവനെ പുത്രനായി സ്വീകരിക്കുക. മനസ്സിലായോ? മകനായി സ്വീകരിക്കുക. 1ാമത്തെ മാർപ്പാപ്പയായി വാഴിക്കുക. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ എന്തോ ഇത് മനസ്സിലാവണുണ്ടെന്ന്. ഇതെന്നെ സ്പർശിക്കുന്നത്, എൻ്റെ ജീവിതമാണ് എന്നെ സ്പർശിക്കാൻ ഇതിലിടയാക്കണത്. അത് ഇവിടെ ഇങ്ങനെ പറയണത് കൊണ്ടൊന്നും തീരൂല. അപ്പം ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കേട്ടവർക്ക് അറിവുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മ തന്നെയാണ്. എന്താണ്, ഒരു പ്രശസ്ത മറ്റൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു, വലിയൊരു സുവിശേഷ പ്രഘോഷകനായിരുന്നു. അപ്പം അദ്ദേഹം ജയിലുകൾ സന്ദർശിക്കുകയും ജയിലുകളിൽ ഇങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ കുരിശിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം അത് വ്യക്തമായിട്ട് ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അത് എനിക്ക് ഓർമ്മ കിട്ടണില്ല. പക്ഷെ അത് എന്താണ്, യേശുവും ഈ കുരിശിൽ കിടക്കുന്ന ആളും ജയിലിൽ കിടന്നിരുന്നു എന്ന് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഫുൾട്ടൻ അല്ലേ? ഈ പ്രശസ്തനായ ബിഷപ്പ് ഫുൾട്ടൻ ജേഷി എന്ന് പറഞ്ഞാൽ, അപ്പം അദ്ദേഹത്തെ അല്ലേ വാഴ്ത്തപ്പെട്ടവനായി, ഇപ്പോൾ അങ്ങനെ അല്ലേ അതിലേക്കെല്ലാം കടക്കുന്നുണ്ട് വിശുദ്ധനായിട്ടും. എന്താണ്, അപ്പോൾ അങ്ങനെ അതിലോട്ട് അല്ലേ വിശുദ്ധനായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫുൾട്ടൻ ജേഷി എന്ന് പറഞ്ഞാൽ ആ ആദ്യകാലത്തെ ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം വളരെ ശക്തമാണ്. പിന്നൊരു വാക്കും കൂടി പറയുന്നുണ്ട്. ആ വാക്ക് എനിക്ക് ശരിക്കും ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ല. കാണാപ്പാടമായിട്ടുള്ള വാക്കുകളാണ്, പക്ഷേ ഇപ്പോൾ അത് വരുന്നില്ല. അത് ഇങ്ങനെ, ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു എന്നുള്ളൊരു, ഇങ്ങനെയാണ് പറയണത്. അതായത് ഈ കുരിശിൽ രൂപം കാണിച്ചിട്ട് യേശുവും നിങ്ങളെപ്പോലെ ആയിരുന്നു. ഈ യേശു മരിച്ചപ്പോൾ നിങ്ങളെപ്പോലെ ആയിരുന്നു. എന്നിട്ട് പറയാണ്, ഈ യേശു മരിച്ചപ്പോഴേ നിങ്ങളെപ്പോലത്തെ 2 പേരാണ് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? നിങ്ങളെപ്പോലെ 2 പേരാണ് യേശുവിൻ്റെ കൂടെ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. യേശു മരിക്കുമ്പോൾ വേറെ ഒരാളെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല യേശുവിൻ്റെ കൂടെ മരിക്കാൻ.
2 കള്ളന്മാരെയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരു വലിയ പ്രബോധനമാണ് അത് വലിയ ഈ തടവുകാരുടെ ഇടയിൽ അല്ലേ, അത് വലിയൊരു സംഭവമാണെങ്കിലും ഈ തടവുകാരിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ. 2 തടവുകാരെയാണ് യേശുവിനോടൊപ്പം മരിക്കാനായിട്ട് യേശു തിരഞ്ഞെടുത്തത്, വിശുദ്ധന്മാരെയല്ല. ഇതൊക്കെ വലിയ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്, മനസ്സിലായോ? എന്നിട്ട് ഫുൾട്ടൻ ജേഷിയും പറയാണ്, നിങ്ങൾ പിടിക്കപ്പെട്ടു, ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾ പിടിക്കപ്പെട്ടു, ഞാൻ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. ഇത് വളരെ പോയിന്റാണ്, മനസ്സിലായോ? ജയിലിൽ പ്രസംഗിക്കുകയാണ് തടവുകാരോട്. ഇപ്പോൾ ഫുൾട്ടൻ ജേഷീൻ എന്താ പറയണത്? നിങ്ങൾ പിടിക്കപ്പെട്ടു, ഞാൻ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. അത്രയേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള വ്യത്യാസവും. നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങണത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ പിടിക്കപ്പെട്ടു, ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ല. ഇത് ഫുൾട്ടൻ ജേഷീൻ്റെ വാക്കുകളാണ്. എന്നിട്ട് പറഞ്ഞു, ക്രൂശിത രൂപം ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? യേശു മരിച്ചപ്പോൾ, കുരിശിൽ മരിച്ചപ്പോൾ നിങ്ങളെപ്പോലെ 2 തടവുകാരെയാണ് യേശു തിരഞ്ഞെടുത്തത് കൂടെ മരിക്കാനായിട്ട്. അത് വലിയൊരു വിസ്മയമായ ഒരു രഹസ്യമല്ലേ അതും. ഒരു സാധാരണ മനുഷ്യരെ പോലും യേശു തിരഞ്ഞെടുത്തില്ല, പാലേ തടവുകാരാക്കപ്പെട്ടവരെ. ഇതെന്താണ്? എവിടെ എന്തെല്ലാം നമുക്കിതൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു വെക്കാൻ പറ്റുമോ? ഇതൊക്കെ അങ്ങനെ പറ്റണതാണോ? എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും ഇതിൻ്റെ ആഴത്തിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചാണ്ടോ, എന്നാൽ ഞാൻ ശിമിയോൻ പത്രോസിൽ നിന്ന് ആശ്വാസം നേടി. എന്താ കാരണം? അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു, എന്നിട്ടും അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഈ പ്രത്യാശ നമുക്കും ഉണ്ടാവണം, മനസ്സിലാവണം. എന്ത് ചെയ്താലും അവൻ നമ്മളെ പശ്ചാത്തപിക്കുകയും പാപബോധവും നമ്മളിൽ ഉടലെടുത്താൽ, നമ്മളിലുണ്ടായാൽ അവൻ നമ്മളെ തിരസ്കരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. എന്തുകൊണ്ടാണ് നാം പാപികളായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം പാപികളായിരിക്കുന്നത്? 2ാമത്തെ ചോദ്യം ഉണ്ടോ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് മറുപടി കൊടുക്കുകയാണ്. യഥാർത്ഥ പാപം തന്നെ ഇതിന് കാരണം. യഥാർത്ഥ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥ പാപം? ഉത്ഭവ പാപം. ഏദൻ തോട്ടത്തിൽ നടന്ന പാപത്തെയാണ് യഥാർത്ഥ പാപം തന്നെ ഇതിന് കാരണം. അതുകൊണ്ടാണ് എല്ലാവരും പാപികളായിരിക്കണം. അതാണ് മെയിൻ അടിസ്ഥാനപരമായ കാര്യം. എന്താ? ഉത്ഭവപാപം. അപ്പോൾ യഥാർത്ഥ പാപം തന്നെ ഇതിന് കാരണം. ഇത് അനുഭവത്തിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മനുഷ്യത്വത്തിന് മുറിവേറ്റിരിക്കുന്നു. നന്മ തിന്മകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ട്. കണ്ടോ, ഇത് മറ്റൊരു വിഷയമാണ്. ഈ നന്മ തിന്മകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജയിലിൽ കിടക്കണവരുടെ മാത്രമാണ് അല്ലേ, ഈ അടച്ചിട്ടിരിക്കുന്ന കൂട്ടിൽ നിന്ന് ആ കിളിയെ തുറന്നു വിടുമ്പോൾ അതിന് സ്വാതന്ത്ര്യം അല്ലേ. പക്ഷെ ഇവിടെ പറയുന്ന സ്വാതന്ത്ര്യം എന്താണെന്നറിയാമോ? നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിലുള്ള സ്വാതന്ത്ര്യം എന്താണ്? നന്മ തിന്മകൾ തിരിച്ചറിയാൻ കഴിയുന്ന ആ കഴിവിനെ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യത്തിൽ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ്. അത് മനുഷ്യന് മാത്രമേ ആ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളൂ. മറ്റൊരു സൃഷ്ടികൾക്കും, മനുഷ്യനൊഴികെ മറ്റൊരു സൃഷ്ടികൾക്കും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. അതുകൊണ്ട് നരകം വേണോ സ്വർഗം വേണോ എന്ന് തീരുമാനിക്കാൻ, ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് മനുഷ്യ സൃഷ്ടികൾക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ നരകം മതി എന്നാണ് പറയണമെങ്കിൽ ആ നരകം തരാൻ കർത്താവ് നിർബന്ധിതനാകും. ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ കർത്താവ് അത് ചെയ്യില്ല. കർത്താവിന് കഴിവോ ശക്തിയോ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അങ്ങനെയാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്ന, അവൻ്റെ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ്റെ മനുഷ്യ മക്കളെ അവൻ സൃഷ്ടിച്ചത് അങ്ങനെയാണ്, സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് എന്ന് പറഞ്ഞു. ആ സ്വാതന്ത്ര്യം എന്താ? തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവാണ് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നന്മയും തിന്മയും. അപ്പോൾ വെള്ളവും തീയും അല്ലേ, വെള്ളവും വെളിച്ചം. എന്താണ്? നന്മ തിന്മ. എങ്ങനെയൊക്കെ നമ്മുടെ ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെളിപാട് അല്ലേ, ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്. അപ്പോൾ ജീവൻ വേണോ മരണം വേണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കാണ്.
ഞാൻ എവിടെ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നതിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യം. അപ്പോൾ നന്മ തിന്മകൾ എവിടെയായിരുന്നു? നന്മ തിന്മകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ട്. തിന്മ എന്താണെന്ന് നമുക്കറിയാം. നന്മയുടെ പാത പിന്തുടരാൻ നാം ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ ദൗർബല്യങ്ങൾ മൂലം നാം എപ്പോഴും വീണു പോകുന്നു. എന്നാൽ നമ്മുടെ ദൗർബല്യങ്ങൾ മൂലം, അതായത് നമ്മുടെ ബലഹീനതകൾ മൂലം നാം എപ്പോഴും വീണു പോകുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, പകരം ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് എന്നിൽ വസിക്കുന്ന പാപമാണെന്ന് തത്വം ഞാൻ കാണുന്നു. അത് എന്നിൽ വസിക്കുന്ന പാപമാണെന്ന തത്വം ഞാൻ കാണുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ, അന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്തതൊക്കെ നിങ്ങൾ പിന്നീട് ഒന്ന് വായിച്ചു നോക്കിക്കോ. ഞാനതൊന്നും കൂടി ഇങ്ങനെ വായിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം മുതൽ ഇതിൻ്റെ ഒരു പോർഷനാണ്. പക്ഷേ ഞാൻ 7-ാം അധ്യായം 13 മുതൽ ഞാനൊന്ന് വായിക്കാം. 13 മുതലൊന്ന് വായിക്കാം കേട്ടോ. പാപത്തിൻ്റെ സ്വാധീനം. അപ്പോൾ നന്മയായത് എനിക്ക് മരണമായി തീർന്നെന്നോ? ഒരിക്കലുമില്ല. നന്മയായതിലൂടെ പാപം എന്നിൽ മരണമുളവാക്കി. പാപം പാപമായി തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി അത്യധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണത്. അപ്പോൾ നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ ഓടിച്ചു വായിക്കണേ. ഞാൻ പാപത്തിന് കീഴ് വിൽക്കപ്പെട്ട ജഡികനാണ്. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്. കണ്ടോ, ശ്രദ്ധിക്കണേ. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല. നമ്മൾ ഇച്ഛിക്കണത് എന്താ? നന്മയാണ്, പ്രവർത്തിക്കാം. പക്ഷേ നമ്മൾ ചെയ്യണതെന്താ? തിന്മയാണ്. ഞാൻ ഇച്ഛിക്കുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടോ, ഞാൻ വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്കാകും, എന്നാൽ നല്ലത് ചെയ്യാനാകുന്നുമില്ല. കണ്ടോ, നന്മ ആഗ്രഹിക്കാൻ എനിക്കാകും, പക്ഷെ അത് പ്രവർത്തിക്കാൻ എനിക്കാകുന്നില്ല. ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, മറിച്ച് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ടെന്ന തത്വം ഞാൻ കാണുന്നു. കണ്ടോ, അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ടെന്ന തത്വം ഞാൻ കാണുന്നു. അങ്ങനെ ഒരു തത്വം അന്ന് പൗലോസ് അപ്പോസ്തലൻ കണ്ടുപിടിക്കുകയാണ്. അവനൊറ്റക്ക് അങ്ങോട്ട് കണ്ടുപിടിച്ചതാണ്. പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കണ്ടോ, തിന്മ നിന്നിലുണ്ട്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിന്നിൽ എന്തുണ്ട്? തിന്മയുണ്ട്. അതാണ്, എല്ലാവരിലും ഈ തിന്മയുണ്ട്, കുറവുകളുണ്ട്. ആ അവസ്ഥ, അതാണ് ദൈവം, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണ എൻ്റെ ഒരു വാക്കിനെ നമ്മൾ മനസ്സിലാക്കണം. എന്താ? ദൈവം നീ ആയിരിക്കുന്ന അവസ്ഥ, ഞാനായിരിക്കണ അവസ്ഥ എന്താ? ഞാൻ കംപ്ലീറ്റ് തിന്മയാണ്, കംപ്ലീറ്റ് ഇരുട്ടാണ്. അങ്ങനെ ആയിരിക്കുകയാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ. അല്ലാതെ നമ്മളൊരു വിശുദ്ധനായതിനു ശേഷമല്ല ഈശോ നമ്മളെ സ്നേഹിക്കണത്. നമ്മളെങ്ങനെയാണ് സ്നേഹിക്കണത്? മറ്റൊരാളെ ഇയാൾ നല്ലതൊക്കെ ചെയ്താൽ സ്നേഹിച്ചേക്കാം, നല്ലതൊക്കെ ചെയ്യുമെങ്കിൽ സ്നേഹിച്ചേക്കാം, തെറ്റൊക്കെ ചെയ്താൽ സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ യേശു എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? നല്ലതൊന്നും ചെയ്യാത്ത ആൾക്കാരെ പിടിച്ചങ്ങാട് സ്നേഹിക്കുകയാണ്, എന്നിട്ട് അവരെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതല്ലേ നടന്നത്? അതാണ്. എന്നിട്ട് അപ്പോൾ പറയാണ്, നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ടെന്ന തത്വം ഞാൻ കാണും. ശ്രദ്ധിക്കണം കേട്ടോ, എൻ്റെ അന്തരംഗത്തിൽ, അതായത് എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമത്തിൽ സന്തോഷിക്കുന്നു. എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമത്തിൽ സന്തോഷിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ, അതായത് എൻ്റെ ശരീരത്തിലാകട്ടെ, എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു.
അതെൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ തടവുകാരനാക്കുന്നു. ഇത് ഞാൻ പഠന ബൈബിളിൽ നിന്നാണ് വായിക്കണേ. പഠന ബൈബിളില്ലാത്തവർ സാധാരണ ബൈബിളിൽ നിന്ന് വായിച്ചാൽ മതി. മനസ്സിലായോ? എന്നിട്ട് എന്നെ തടവുകാരൻ, ഞാൻ ദുരിതപൂർണനായ മനുഷ്യൻ. അതാണ് മറ്റേ ബൈബിളിൽ അങ്ങനെയായിരിക്കും, ഞാൻ എത്രയോ ദുർഭകനായ ഒരു മനുഷ്യൻ, ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും. അപ്പം ഞാൻ ഈ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോഴേ, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അല്ലേ? ഇങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്ന് പോകുമല്ലോ. ആ നിമിഷത്തിൽ എൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയും? ഓ, ഞാൻ എത്രയോ ദുർഭകനായ ഒരു മനുഷ്യൻ, ആര് എന്നെ എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടാണ് പോണേ. എന്നിട്ട് ആ യേശുവിൻ്റെ തിരുശരീരവും രക്തവും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലണേക്ക് ആ എൻ്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും, ഈ തിരുശരീരത്തിനും തിരുരക്തത്തിനുമല്ലാതെ മറ്റാർക്കാണ് എന്നെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കാനാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. ഈ പ്രാർത്ഥന എനിക്കാരും പറഞ്ഞു തന്നതല്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളാണത്. അത് എക്സാക്ട്ലി ഇങ്ങനെ എല്ലാ വേർഡുകൾ അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ എത്രയോ ദുർഭകനായ മനുഷ്യനെന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ആരെന്നെ ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കും? അപ്പം ഞാനും അത് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ കുർബാന സ്വീകരണവും ക്യൂവിൽ നിൽക്കുന്നത്. അപ്പം ഇത് അങ്ങനെ പ്രാർത്ഥിച്ച് കുർബാന സ്വീകരിക്കണമെന്ന് സഭ പറഞ്ഞിട്ടില്ല കേട്ടോ, സഭ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് സ്വയം പ്രേരിതമായിട്ട് എനിക്ക് ഒരു ദിവസം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന പ്രാർത്ഥനയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ എത്രയോ ദുർഭകനായ മനുഷ്യനെന്ന് കണ്ണ് നിറഞ്ഞു പോയി അങ്ങനെ നടന്നു പോയപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ വ്യക്തിപരമായ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന മാത്രമാണ്. മനസ്സിലായി? ഞാൻ എത്രയോ ദുർഭകനായൊരു മനുഷ്യൻ, ആരെന്നെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിക്കും? എന്നിട്ട് ആ ഈശോൻ്റെ ശരീരവും രക്തവും തിരുശരീരവും ആ സ്വീകരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ പറയും, ഈ തിരുശരീരത്തിനും തിരുരക്തത്തിനുമല്ലാതെ മറ്റാർക്കാണ് എന്നെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിക്കാനാവുക എന്ന് പറഞ്ഞിട്ട് ആ സ്വീകരിക്കുമ്പോണ്ടല്ലോ നമ്മളിത് കണ്ണ് നിറയാതിരിക്കും. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു ഇതായിട്ട് ഇതാക്കിയാൽ മതി. അപ്പം ഞാനത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞെന്നുള്ളൂ. അത് അങ്ങനെ സഭാദിന അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അതെൻ്റെ വ്യക്തിപരമായൊരു ദൈവം എനിക്ക് നൽകിയൊരു പ്രാർത്ഥനയായിട്ടോ അങ്ങനെ അതിനെ കണ്ടാൽ മതി. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് എന്നെ ഒരുപാട് വളരെ ആഴത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് പറയാണ്, അല്ലേ, എവിടെയാണ് നമ്മൾ നിർത്തിയത്? എന്നാൽ നമ്മുടെ ദൗർബല്യങ്ങൾ, അതിപ്പോൾ ബൈബിള് മാറ്റി കേട്ടോ, ബൈബിള് അതത്ര നിങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? അതിൻ്റെ ആ പോയിൻ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബൈബിള് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അല്ലേ 13 വരെ തുടങ്ങിയിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ബാക്കി അങ്ങനെ പറഞ്ഞ് അവസാനിക്കണമൊക്കെ നിങ്ങൾ പിന്നെ അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് തന്നെ പറഞ്ഞു വെപ്പിച്ചതല്ലേ ഈ കാര്യങ്ങൾ. അത് ആർക്ക് വേണ്ടി കൂടിയാണ്? നമ്മൾക്ക് വേണ്ടിയും ഇതേപോലെ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനുഷ്യ വംശത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കണം, എന്തിനാണ് ഇതൊക്കെ അവിടെ എഴുതി വച്ചേക്കണത് എന്നുള്ളത്. അപ്പം എന്നിട്ട് പിന്നെ എന്താണ്, എന്നാൽ നമ്മുടെ ദൗർബല്യങ്ങൾ മൂലം നാം എപ്പോഴും വീണു പോകുന്നു. കണ്ടോ, ഇപ്പോൾ ഈ ഒരു വാക്കിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന ഈ വചനഭാഗത്തിലേക്ക് നമ്മൾ പോയത്. എന്താണ് ഈ ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ള ആ ഒരു ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ച ഈ വാക്ക് എന്താണ്? എന്നാൽ നമ്മുടെ ദൗർബല്യങ്ങളിൽ മൂലം നാം എപ്പോഴും വീണു പോകുന്നു. കണ്ടോ, നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ചെയ്തു പോണതൊക്കെ എന്താ? തിന്മയാണ്. ഇതൊക്കെ വലിയ വിഷയമാണിത്, മനസ്സിലായി? വലിയ വിഷയമാണ്. അതാണ് ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്, ക്രിസ്തീയ പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്നൊക്കെ പറയണതിൻ്റെ അർത്ഥം നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. മനസ്സിലായി? പോരാട്ടമാണ്, യുദ്ധമാണ്. ഈ യുദ്ധവും പോരാട്ടവും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ അർത്ഥമാക്കണത്, അല്ലെ എത്രത്തോളം അതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നുണ്ട്? കണ്ടോ, എന്നാൽ നമ്മുടെ ദൗർബല്യങ്ങൾ മൂലം നാം എപ്പോഴും വീണ. ഈ ഒറ്റ വാക്കിനെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആ ഒരു വചനഭാഗം വായിച്ചത്. മനസ്സിലാവുണ്ടോ? അത് നമുക്ക് ക്ലാരിറ്റി കിട്ടിയോ ഇല്ലയോ?
എന്നാൽ നമ്മുടെ ദൗർബല്യങ്ങൾ മൂലം നാം എപ്പോഴും വീണു പോകുന്നു. തിന്മ തിരഞ്ഞെടുക്കുന്നു. കണ്ടോ? എന്നാൽ നമ്മുടെ ദൗർബല്യങ്ങൾ മൂലം നാം എപ്പോഴും വീണു പോകുന്നു. എന്നിട്ട് പറയാണ് തിന്മ തിരഞ്ഞെടുക്കുന്നു. കണ്ടോ? തിന്മ തിരഞ്ഞെടുക്കുന്നു. യഥാർത്ഥ പാപത്തിന്റെ അനന്തര ഫലമാണിത്. കണ്ടോ? എന്നിട്ട് പറയാണ് എന്താണ്? യഥാർത്ഥ പാപം, അതായത് ഉത്ഭവ പാപത്തിന്റെ അനന്തര ഫലമാണിത്. നിങ്ങൾ വിഷമിക്കണ്ട, മനസ്സിലായോ? ഇതതിൻ്റെ അനന്തര ഫലമാണ്. അതിനെ നമുക്ക് തിരികെ പിടിക്കാൻ പറ്റും. അനന്തര ഫലമാണിത്. വെളിപാടിൻ്റെ പുസ്തകത്തിന് നന്ദി. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവ്വായും ദൈവ തിരുമുൻപിൽ ഇടറിപ്പോയ കഥ ഒക്കെ നമുക്കറിയാലോ. മനുഷ്യരാശിയുടെ ഉത്ഭവത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ഭാവനാത്മകമായ ഒരു ഭാഷ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇപ്പം എന്താണ് ആ ഭാവനാത്മകമായ ഭാഷ ഉൽപ്പത്തിയിൽ ഉപയോഗിച്ചത്? മനുഷ്യൻ്റെ പതന ഭാഗത്ത് മാത്രമല്ല, അതിനു മുൻപും. ഇപ്പോൾ ഏദൻ തോട്ടം അല്ലേ? എന്താണ് ഈ ഏദൻ തോട്ടം? ഭാവനാത്മകമായ ഭാഷയാണ്. നന്മ തിന്മകളുടെ വൃക്ഷം, കണ്ടോ? ഇതൊക്കെ ഭാവനാത്മകമായ ഭാഷയാണ്. അതിനെ വിശദീകരിക്കാൻ വേണ്ടി ഭാവനാത്മകമായ വാക്ക് അല്ലേ, കാര്യങ്ങളെ ചുറ്റിപ്പറ്റി അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുക. അതായത് പിന്നെന്താണ് പിന്നെ എന്താണ് ആ പഴം അല്ലേ? പഴം ഭക്ഷിക്കരുതെന്ന് അല്ലേ? പഴം എന്താണ്? അതൊരു പഴമായിരുന്നു, ഒരു ആപ്പിളായിരുന്നു അത് അല്ല. അപ്പം അതാണ് ഭാവനാത്മകമായ ഭാഷ. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. മനുഷ്യ ഉത്ഭവത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ഭാവനാത്മകമായ ഒരു ഭാഷ ഉപയോഗിക്കുന്നു. ഒരു ഭാഷ ഭാവനാത്മകമായ. എന്നിട്ട് പിന്നെ പറയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണം, പിതാവ് തൻ്റെ പുത്രനെ ബലിയർപ്പിച്ചു. യേശു ആകട്ടെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട്, കണ്ടോ? തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പീഡകൾ ഏറ്റുവാങ്ങി. ഈ അർത്ഥത്തിലാണ് ഇപ്പം ഈ വാക്ക് വായിക്കുമ്പോൾ എനിക്ക് ലത്തീൻ ആരാധനക്രമത്തിലെ ആ സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് കടക്കണ ഭാഗമാണ്. എന്താണ്? അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ സ്വമനസാലെ പീഡകൾ ഏറ്റപ്പോൾ. മനസ്സിലായോ? കണ്ടോ? എന്താണ്? അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി. സ്വമനസാലെ, ആ ഒറ്റ വാക്കാണ് സ്വമനസാലെ. ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് നിർത്തിയതാണോ അവനവിടെ? ഇവിടെ നിൽക്കടാ, ഈ പീഡകളെ കിട്ടി വാങ്ങിക്കോ എന്ന് പറഞ്ഞ് നിർത്തിയതാണോ? അല്ല. അവൻ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ അവൻ്റെ ഹൃദയത്തെ അവൻ സ്വന്തമാക്കി അല്ലേ? അവൻ അതിനെ ക്രമീകരിച്ചു പിതാവിൻ്റെ സഹായത്തോടെ. അങ്ങനെയാണ് അവൻ അതിലേക്ക് വരണത്. സ്വമനസാലെ. പിതാവ് തൻ്റെ പുത്രനെ ബലിയർപ്പിച്ചു. യേശു ആകട്ടെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പീഡകൾ ഏറ്റുവാങ്ങി. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനും മുറിവ് സൗഖ്യമാക്കുവാനും അവൻ അതിനെല്ലാം സ്വയം വിട്ടു നൽകി. കണ്ടോ? സ്വയം വിട്ടു നൽകി. ഇതൊക്കെ വലിയ അർത്ഥമാണ് കേട്ടോ. നമ്മൾ വെറുതെ അങ്ങനെ നിസാരമാക്കി കാണാൻ പറ്റണതല്ല. സ്വയം വിട്ടു നൽകി. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈസ്റ്റർ രാത്രിയിലെ ഗീതത്തിൽ നമ്മളതൊക്കെ മനസ്സിലാക്കിയതാണ്. എന്താണ്? ഉയിർപ്പ് തിരുനാളിൻ്റെ ദിവസം, ആ ശനിയാഴ്ച ഉയിർപ്പ് ബലി തിരുനാളിൻ്റെ ദിവസം, ആ നിമിഷത്തിൽ എന്താണ്? പെസഹ പ്രഘോഷണം എന്ന് പറഞ്ഞ് നമ്മൾ ആ ലത്തീൻ ആരാധനക്രമത്തിൽ നിന്ന് നമ്മൾ വായിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇനി ഞാനിപ്പോൾ അത് എടുക്കണില്ല. മനസ്സിലായോ? എന്താണ്? ഓ ഭാഗ്യകരമായ അപരാധമേ. എന്തിനെയാണ് സഭ ഇവിടെ ഭാഗ്യകരമായ അപരാധമേ എന്ന് വിളിക്കണേന്ന് അറിയോ? അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉത്ഭവപാപത്തെ നോക്കിക്കൊണ്ടാണ് പറയണത്. എന്തുകൊണ്ടാണ് കാരണമായ അപരാധം? കാരണം അതിലൂടെ രക്ഷകനാഗമിക്കാൻ കാരണമായി. അതുകൊണ്ടാണ് ഭാഗ്യകരമായ അപരാധമേ എന്ന് വിളിക്കുന്നത്. ഒരു അപരാധത്തിനെ നോക്കി ഭാഗ്യകരം എന്ന് വിളിക്കാൻ പറ്റുമോ? സത്യത്തിൽ ഒരു അപരാധത്തെ, ഒരു തെറ്റിനെ നോക്കി എങ്ങനെ നമുക്ക് ഭാഗ്യപൂർണമായ എന്ന് വിളിക്കാൻ പറ്റും? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കണത് പോലല്ല സഭ നമ്മളെ പഠിപ്പിക്കണം. നമ്മൾ നേരെ തല കിഴക്കനാൻ പാടം പോവാണ്.
ഈസ്റ്റർ രാത്രിയിലെ ഗീതത്തിൽ സന്തോഷകരമായ പാപമേ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷം, ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷം എന്താണ് ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷം? അത് പറയാമോ ആർക്കെങ്കിലും? ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാന ക്രമമായ ആഘോഷം ആർക്കും പറയാൻ പറ്റും? അത് ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷം എന്ന് ഇവിടെ പറയുന്നത്, അതൊരു ഓക്കെ. പക്ഷേ അതിവിടെ എന്തുകൊണ്ടാണ് പറയണേ? ഇവിടെ പറയണത് ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷം, സുപ്രധാനമായ ആഘോഷം. ശ്രദ്ധിക്കണേ, സുപ്രധാനമായ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് ഉയിർപ്പ് തിരുനാളാണ്. എന്താണ് ഉയിർപ്പ് തിരുനാൾ? എന്താണ് പറഞ്ഞത്? ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷം. കണ്ടോ, ഇവിടെ പറയണത് എന്തിൻ്റെ അർത്ഥത്തിലാണ്? സുപ്രധാനമായ നിമിഷം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സുപ്രധാനമായ നിമിഷം എന്ന് പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിലേക്ക്, പക്ഷെ അതിനെ തള്ളിക്കളയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊരു ഭാഗമാണ്. പക്ഷെ ഇവിടെ പറയണത് എന്താണ്? ഇവിടെ പറയുമ്പോൾ ഇതെന്താണ് അർത്ഥമാക്കുന്നത്? സുപ്രധാനമായ ആഘോഷം, ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷം അത് ഉയിർപ്പ് തിരുനാളാണ്. കണ്ടോ, ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷത്തിൽ നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായ പാപം. കണ്ടോ, നമ്മുടെ വീണ്ടെടുപ്പിന്, ശ്രദ്ധിച്ചോ നിങ്ങൾ, നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായ പാപം. ഏത് പാപം? ഈ ഉത്ഭവ പാപം. ഈ ഏദൻ തോട്ടത്തിൽ നടന്ന പാപമില്ലായിരുന്നെങ്കിൽ നമ്മളെ വീണ്ടെടുക്കാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായ പാപം സന്തോഷകരമെന്നാണ് നാം പ്രകീർത്തിക്കുന്നത്. മനസ്സിലായോ? ക്ലിയറായോ? അതവിടെ സുപ്രധാനമായ ആരാധനക്രമത്തിലെ ഏറ്റവും സുപ്രധാനമായ ആഘോഷം എന്ന് പറഞ്ഞാൽ ഉയിർപ്പ് തിരുനാളിനെയാണ് ഇവിടെ പറയണത്. മനസ്സിലായോ? അപ്പോൾ ആ സുപ്രധാനമായ ആഘോഷത്തിൽ നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായ പാപം, നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായ പാപം എന്താണ്? ഉത്ഭവപാപം. ആ ഉത്ഭവപാപത്തെ നോക്കിയാണ് സഭ ഈ ഉദ്ധാന ദിനത്തിലെ ഈ ആരാധനക്രമത്തിലെ ഏറ്റ് പാടുന്നത്, പ്രഘോഷിക്കുന്നത്. എന്തെന്ന്? ഓ ഭാഗ്യകരമായ അപരാധമേ എന്ന്. CCC 412. അതിപ്പോൾ എടുക്കണ്ട, നമ്മളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ മനസ്സിലാക്കിയതാണ്. അതിൽ ഇതിനെയൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത ചോദ്യമാണ്, നല്ല കുമ്പസാരം നടത്തിയ ഒരു പ്രായശ്ചിത്തക്കാരന് അങ്ങ് എന്തുപദേശമാണ് നൽകുന്നത്? അല്ലേ, ഒരു നല്ല കുമ്പസാരം നടത്തിയ ഒരു പ്രായശ്ചിത്തക്കാരൻ, ഒരു വിശ്വാസിക്ക് അങ്ങ് എന്തുപദേശമാണ് നൽകുന്നത്? ചോദ്യമാണ്. അപ്പോൾ ഉത്തരം പറയാണ്, തിരുമുമ്പിൽ എന്ത് വിചാരിക്കുന്നുവെന്നും ചിന്തിക്കുന്നുവെന്നും തൻ്റെ ജീവിതത്തിലെ സത്യങ്ങൾ അയാൾ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. തിരുമുമ്പിൽ എന്ത് വിചാരിക്കുന്നുവെന്നും ചിന്തിക്കുന്നുവെന്നും തൻ്റെ ജീവിതത്തിലെ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ ആ ജീവിതത്തിൽ അയാൾ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. നല്ല കുമ്പസാരം നടത്തിയ ഒരു പ്രായശ്ചിത്തക്കാരനോട് എന്തുപദേശമാണ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ തിരുമുമ്പിൽ എന്ത് വിചാരിക്കുന്നുവെന്നും എന്ത് ചിന്തിക്കുന്നുവെന്നും തൻ്റെ ജീവിതത്തിലെ സത്യത്തിൽ, യാഥാർത്ഥ്യത്തിൽ അയാൾ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അതിനൊക്കെ കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം, പക്ഷെ പിന്നെ അധികം സമയമില്ല. മനസ്സിലാവണ്ടോ? കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. പ്രതിഫലിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ അതുപോലത്തെ ഒരു മാതൃകാ ജീവിതത്തിലേക്ക് വരണമെന്നാണ് ഒറ്റ വാക്കിൽ. മനസ്സിലായോ? തന്നെയും പാപത്തെയും ഉത്സാഹത്തോടെ നോക്കാൻ അവന് കഴിയണം. കണ്ടോ, എന്താണ് പറഞ്ഞത്? തന്നെയും പാപത്തെയും ഉത്സാഹത്തോടെ നോക്കാൻ അവന് കഴിയണം. അവനൊരു പാപിയാണെന്ന് സ്വയം ചിന്തിക്കണം. അങ്ങനെ അവൻ ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നു. ശ്രദ്ധിച്ചോ? അതായത് ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നു. എങ്ങനെ? അവൻ ഒരു പാപിയാണെന്ന് സ്വയം ചിന്തിക്കണം. തന്നെയും പാപത്തെയും ഉത്സാഹത്തോടെ നോക്കാൻ അവന് കഴിയണം. അപ്പം ഇങ്ങനെ അവൻ ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം, ശ്രദ്ധിക്കണം കേട്ടോ,
വട്ടം വരക്കേണ്ട വാക്കുകളാണ് ഇതെല്ലാം. എന്താണ് ദൈവത്തിൻ്റെ എന്ത് കാരുണ്യമെന്ന്? ഇത്തിരി നേരത്തേക്കുള്ള കാരുണ്യമാണെന്നാണോ പറഞ്ഞത്? അല്ലെങ്കിൽ ഈ കാര്യം ചെയ്താൽ കിട്ടിയേക്കാവുന്ന കാരുണ്യമാണെന്നാണോ പറഞ്ഞത്? എന്താണ് അനന്തമായ, അത് ഈ ഭൂമിയിൽ മാത്രം നിലനിൽക്കുന്നതല്ല, ഭൂമി കഴിഞ്ഞും അത് പോകും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ മാത്രം കിട്ടേണ്ടത് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മിൽ നിറയാൻ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ശൂന്യാവസ്ഥയും. നമ്മുടെ ശൂന്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മൾ ആരാണെന്ന്, നമ്മൾ എന്താണെന്ന് പറഞ്ഞു, നമ്മൾ പൊടിയാണെന്ന് പറഞ്ഞു. പൊടി. ശൂന്യാവസ്ഥയും നമ്മുടെ നികൃഷ്ടാവസ്ഥയും. അതാണ് നികൃഷ്ടാവസ്ഥ. എന്താണ്? നമ്മുടെ ഉത്ഭവപാപത്തിലൂടെ നമുക്ക് വന്നിട്ടുള്ള അവസ്ഥയാണ് ഈ മോശമാക്കപ്പെട്ട നമ്മുടെ അവസ്ഥ. നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ധാർഷ്ട്യമുള്ളവരാകാൻ കഴിയില്ല. ഞാൻ അറിയുന്ന അർജന്റീനയിലെ ഒരു മാനേജറിൽ നിന്ന് ഒരിക്കൽ കേട്ട കഥ ഓർമ്മിക്കുന്നു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുഹൃത്തായ അർജന്റീനയിലെ ഒരു മാനേജറിൽ നിന്ന് ഒരു കഥ കേട്ടു. ആ കഥ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്, അത് ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഈ മനുഷ്യൻ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാനേജർ പറയണ കഥ, അതായത് ഈ മാനേജറിൻ്റെ സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ കഥയാണ് മാനേജർ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറയണത്. അപ്പോൾ ഈ മാനേജറിനൊരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു. ക്രിസ്തീയ ജീവിതത്തോട് ഏറെ പ്രതിബദ്ധത പുലർത്തിയിരുന്ന ഒരാളാണ് അയാൾ. അദ്ദേഹം ജപമാല ചൊല്ലുകയും ആത്മീയ രചനകൾ വായിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഈ വ്യക്തി തൻ്റെ വീട്ടുജോലിക്കാരിയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പറഞ്ഞു. ആരോട് പറഞ്ഞു? ഈ മാനേജറോട് പറയാണ്. തൻ്റെ ഈ സുഹൃത്ത് പറയാണ്, എന്താണ് എനിക്ക്. അപ്പോൾ ഈ സുഹൃത്ത്, ഈ പറയണ ആള് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ബൈബിള് വായിക്കുകയും, മനസ്സിലായോ, ക്രിസ്തീയ ജീവിതത്തോടെ ഏറെ പ്രതിബദ്ധത പുലർത്തുകയും ചെയ്തിരുന്ന ഒരാളാണ് ഈ മാനേജറിൻ്റെ സുഹൃത്ത്. അപ്പോൾ ഈ സുഹൃത്ത് മാനേജറോട് പറയണതാണ്. എന്താ പറഞ്ഞത്? ഒരിക്കലും അയാൾ എന്താണ് പറഞ്ഞത്? ഒരു ദിവസം ഈ വ്യക്തി തൻ്റെ വീട്ടുജോലിക്കാരിയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പറഞ്ഞു. അതൊരു സാധാരണ കാര്യമാണെന്ന് അയാൾ വാദിച്ചു. ഈ ആളുകൾ വേലയ്ക്കുള്ള അതായത് ഈ വീട്ടുജോലിക്കാരി ഈ ആളുകൾ വീട്ടുവേലയ്ക്കുള്ള സഹായികളാണ്. കൂലി കൊടുക്കുന്ന അവരുടെ ജോലി ചെയ്യുന്നുവെന്ന് കരുതിയാൽ മതിയത്രേ. കണ്ടോ, ഇവിടെയൊക്കെ മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ആ മാനേജറിൻ്റെ സുഹൃത്തായ ഈ ക്രിസ്തീയ ജീവിതം നല്ല പ്രതിബദ്ധതയോടുകൂടി നല്ല രീതിയിൽ നയിക്കുന്നുണ്ട്. പക്ഷെ ആളുടെ കാഴ്ചപ്പാടെന്താണ്? സ്ത്രീകൾക്ക് കൂലി കൊടുക്കുന്ന വീട്ടുജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ ബന്ധം ഇയാളുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം നടത്തുന്നതിലൂടെ അതിൽ തെറ്റൊന്നുമില്ല. കാരണം കൂലി കൊടുക്കുന്നത് കൊണ്ട് അത് ചെയ്യണോ? മനസ്സിലായി? എന്ത് പറയാനാ അങ്ങനെ കരുതിയാൽ മതിയെന്ന്. അപ്പം ഇവിടെ പാപബോധവും പശ്ചാത്താപവും ഉണ്ടോ? ഇവിടെ പാപബോധവും പശ്ചാത്താപവും വരുന്നുണ്ടോ? മനസ്സിലായോ? വലിയ വിഷയമാണ് അതൊക്കെ. ഞാൻ ഒരുപാട് അതിലോട്ട് പോകണില്ല. കരുതിയാൽ മതി അത്രേ. എൻ്റെ സുഹൃത്ത് ഞെട്ടി, അതായത് ഈ മാനേജർ അപ്പം ഞെട്ടിപ്പോയി. എൻ്റെ സുഹൃത്ത് ഞെട്ടിപ്പോയി. തൻ്റെ പ്രിയ സഹപ്രവർത്തകൻ പ്രായോഗികമായി ഉയർന്നവനെന്നും താഴ്ന്നവനുമെന്നുമുള്ള മനുഷ്യ വ്യക്തികളുടെ വർഗീകരണത്തിന് അസ്തിത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്ന് പറയുകയാണ് ഉണ്ടായത്. വീട്ടുജോലിക്കാരിയെ അതേ പദപ്രയോഗമനുസരിച്ച് പ്രയോജനപ്പെടുത്തുകയാണ് അയാൾ. ആ ഉദാഹരണത്തിൽ ഞാൻ അമ്പരന്നു. എൻ്റെ സുഹൃത്ത് കഠിനമായി എതിർത്തിട്ടും, അതായത് ഈ മാനേജർ കഠിനമായി എതിർത്തു തൻ്റെ സഹപ്രവർത്തകനെ. ഇത് എന്തെന്ന്? അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തൻ്റെ വാദഗതിയിൽ ഉറച്ചു നിന്നു. അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോഴും ആ സുഹൃത്ത് എന്ത് ചെയ്തു? മാനേജറിൻ്റെ സുഹൃത്ത്, മാനേജർ പറയണം അത് തെറ്റാണ്, അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് ശരിയാണെന്ന് വാദഗതിയിൽ അയാൾ ഉറച്ചു നിന്നു. ഒരിഞ്ച് പോലും പിന്മാറാതെ തന്നെ. അതാണ് അതിലും വലിയ സങ്കടം. ഒരിഞ്ച് പോലും പിന്മാറാതെ തന്നെ അയാളൊരു നല്ല ക്രൈസ്തവനായി തുടർന്നു. കണ്ടു, അത് അതിലും വലിയ വിഷമകരം. എന്നിട്ട് അയാൾ ഒരു നല്ല ക്രൈസ്തവനായി തുടരുകയാണ്. ജീവിതം മുന്നോട്ട് പോവുകയാണ് നല്ല ക്രൈസ്തവനായിട്ട്. കാരണം അയാൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, എല്ലാ ഞായറാഴ്ചയും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു. ഇത് അഹങ്കാരമാണ്. അവിടെ എഴുതിയേക്കുന്നതാണ് കേട്ടോ, ഞാൻ വായിക്കണേ, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇത് അഹങ്കാരമാണ്. സഭാ പിതാക്കന്മാർ പരാമർശിച്ച തകർന്ന ഹൃദയത്തിൻ്റെ കണ്ടോ
നിന്റെ ഹൃദയം തകർന്നിരിക്കണം. സഭാപിതാക്കന്മാർ പഠിപ്പിച്ച, നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ആരാണോ പറഞ്ഞതെന്നൊക്കെ. സഭാപിതാക്കന്മാരിൽ ഒരാൾ പറഞ്ഞു, നിന്റെ ഹൃദയം തകർന്നിരിക്കണം, പക്ഷെ അത് നശിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ നമ്മളോട് നേരത്തെ ആ 3-ാമത്തെ അധ്യായത്തിൽ ചോദിച്ചു അല്ലേ. നമ്മളോടല്ല, ഈ ഭൂമിയിലെല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ, പറയുകയാണ്. അപ്പോൾ സഭാപിതാക്കന്മാർ പരാമർശിച്ച തകർന്ന ഹൃദയത്തിൻ്റെ വിപരീതാവസ്ഥയാണത്. വിപരീതാവസ്ഥ കണ്ടോ, തകർന്ന ഹൃദയത്തിൻ്റെ ഒരവസ്ഥ അയാൾക്കില്ല. അപ്പം അയാൾ അത് ശരിയാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു. അയാളൊപ്പം ആത്മീയ ജീവിതവും നയിക്കുന്നു. ഇതാണ് 2 വഞ്ചിയിൽ കാലുകുത്തണ അവസ്ഥ. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു നല്ല കുമ്പസാരക്കാരനാവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു പുരോഹിതൻ ചോദിച്ചാൽ അങ്ങയുടെ മറുപടി എന്തായിരിക്കും? അല്ലെ, ഒരു പുരോഹിതൻ വന്നിട്ട് ഞാൻ ഒരു നല്ല കുമ്പസാരക്കാരനാവാനേ ഞാൻ എന്ത് ചെയ്യണമെന്നൊരു പുരോഹിതൻ ചോദിച്ചാൽ എന്ത് മറുപടി ആയിരിക്കും അങ്ങ് കൊടുക്കുക? അപ്പോൾ അതിന് മറുപടി കൊടുക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളിൽ ഭാഗികമായി ഇക്കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു പുരോഹിതൻ സ്വന്തം പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ്? ഒരു പുരോഹിതൻ സ്വന്തം പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണ് നമ്മൾ മറ്റേ വാക്കിനെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഭാഗത്ത് എന്താണ്? വിധിക്കപ്പെടാനിരിക്കുന്നവൻ്റെ കാഴ്ചപ്പാട്. മനസ്സിലായോ? ഒരു പുരോഹിതൻ സ്വന്തം പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ആർദ്രതയോടെ കേൾക്കാൻ സന്നദ്ധനാകണം. അലിവോടെ, കനിവോടെ കേൾക്കാൻ സന്നദ്ധനാകണം. കർത്താവിൻ്റെ ഹൃദയം പോലെ കരുണയുള്ള ഹൃദയത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആര്? ഈ കുമ്പസാരക്കാരൻ, വൈദികൻ. എനിക്ക് നിന്നെപ്പോലെ ഒരു ഹൃദയം, നിന്റെ കരുണ പോലെയുള്ള ഒരു ഹൃദയം എനിക്ക് തരണേ എന്ന് നമ്മളും. പക്ഷെ ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, ഒരു നല്ല കുമ്പസാരക്കാരനാകാൻ ഒരു പുരോഹിതൻ വന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അപ്പം ഇത് ആ മറുപടിയൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ശ്രദ്ധിക്കണം കേട്ടോ, ആദ്യത്തെ കല്ലെറിയാൻ താൻ യോഗ്യനല്ലെന്നും. നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ എല്ലാം അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. എന്താണ്? ആദ്യത്തെ കല്ലെറിയാൻ താൻ യോഗ്യനല്ല. കാരണം താൻ ഓൾറെഡി കല്ലെറിയപ്പെടാനിരിക്കുന്ന ആളാണ്. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം നമ്മൾ പാപിയാണ്. പിന്നെ അങ്ങനെ ഇരിക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന പാപിയെ എറിയണോ? അല്ലെങ്കിൽ എറിയണത് ശരിയാണോ? ദൈവത്തിൻ്റെ മുമ്പിൽ അത് ഉചിതമാകോ? അതാണ് ആദ്യത്തെ കല്ലെറിയാൻ താൻ യോഗ്യനല്ല. വിധിക്കപ്പെടാനിരിക്കുന്നവൻ്റെ കാഴ്ചപ്പാട്. ഇതെല്ലാം കൂടി ഒന്ന് ഒത്തു നോക്കിയേ. ആദ്യത്തെ കല്ലെറിയാൻ താൻ യോഗ്യനല്ലെന്നും വിധിക്കപ്പെടാനിരിക്കുന്നവൻ്റെ കാഴ്ചപ്പാടിൽ വേണം തീരുമാനങ്ങൾ എടുക്കാനും. ഇപ്പൊ കണക്ഷൻ കിട്ടിയോ? ആദ്യത്തെ കല്ലെറിയാൻ താൻ യോഗ്യനല്ലെന്നും കാരണം താനും പാപമോചനം ലഭിക്കേണ്ട ഒരു പാപിയാണെന്നും അയാൾ ചിന്തിക്കണം. ആര്? ഈ പുരോഹിതൻ, കുമ്പസാരക്കാരൻ. കരുണയുടെ സമ്പൂർണതയിൽ ദൈവത്തിന് സദൃശനാകാൻ അയാൾ പരിശ്രമിക്കണം. കണ്ടോ? കരുണയുടെ സമ്പൂർണതയിൽ ദൈവത്തിന് സദൃശനാകണം, ദൈവത്തെ പോലെ ആകാൻ അയാൾ പരിശ്രമിക്കണം. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും മുടിയനായ പുത്രന്റെ ഉപമയെക്കുറിച്ചും നാം ചിന്തിക്കണം. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഒരു അധ്യായമാണ്, സുവിശേഷ ഭാഗമാണ് എന്ത്? ധൂർത്തുപുത്രന്റെ ഉപമ. പിന്നെ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും മുടിയനായ പുത്രന്റെ ഉപമയെക്കുറിച്ചും നാം ചിന്തിക്കണം. രണ്ടുപേരിൽ ഇളയവനായിരുന്നവൻ തൻ്റെ സ്വത്തിൽ പാതിയും സ്വന്തമാക്കി വഴിവിട്ട ജീവിതം നയിച്ചു. അതവനെ കൊണ്ട് ചെന്നെത്തിച്ചത് ഒരു പന്നിക്കൂട്ടിലാണ്. പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കിട്ടിയാൽ മതിയെന്ന് അവൻ കൊതിക്കുന്നു. തെറ്റ് മനസ്സിലാക്കിയ അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു.
ഒരു വേലക്കാരനായെങ്കിലും അവിടെ ജീവിക്കാൻ അനുവദിക്കണമേ എന്നായിരുന്നു അവൻ്റെ പിതാവിനോടുള്ള അപേക്ഷ. ആ മനുഷ്യന് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപേ, അവൻ്റെ തെറ്റുകൾ ഏറ്റു പറയുന്നതിന് മുൻപേ പിതാവ് മകനെ സമീപിച്ച് അവനെ കെട്ടിപ്പിടിച്ചു. കണ്ടോ? ഇത് തന്നെയല്ലേ ശരിക്കൊരു കുമ്പസാരത്തിൽ നടക്കണേ. യഥാർത്ഥമായിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മൾ ആ കൂദാശയെ സമീപിച്ചാൽ എന്താണ് സംഭവിക്കണേ? നമ്മൾ ആ പാപങ്ങൾ ഏറ്റു പറയുന്നതിന് മുൻപേ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞല്ലേ, സീറോ മലബാർ രീതിയിൽ അവിടെ ചില ആംഗ്യങ്ങൾ കാണിക്കാറുണ്ടെന്ന് കുമ്പസാരക്കാരൻ. അതായത് പ്രായശ്ചിത്തക്കാരൻ വരെ കുമ്പസാരിക്കാൻ വരുന്ന ഒരാൾ പുരോഹിതൻ എങ്ങനെ സ്വീകരിക്കണത്? ആദ്യം അല്ലേ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ആ സ്റ്റോള് അല്ലേ എന്ത് ചെയ്തു? തലയിൽ അല്ലേ നെറ്റിയിലേക്ക് മുട്ടിച്ചുകൊണ്ട്. മനസ്സിലായോ? അതിൻ്റെ എല്ലാം പ്രതീകം മനസ്സിലായോ? ഇപ്പം അതിവിടെ മനസ്സിലാവണോ? അപ്പം അതിനേക്കാൾ ഇപ്പം നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കണമെന്നുള്ള പാപബോധത്തോടും പശ്ചാത്താപത്തോടും കുമ്പസാരക്കൂട്ടിലേക്ക് അണയാൻ പോകുമ്പോൾ തന്നെ നമ്മളെ കർത്താവായ മിശിഹ വന്ന് കെട്ടിപ്പിടിക്കുകയോ ഇല്ലയോ? മനസ്സിലായ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യണമെങ്കിൽ ആത്മാർത്ഥമായ കുമ്പസാരം എന്ന കൂദാശയെ സമീപിച്ചാൽ മതി. ദൈവികം അതിനെ യഥാർത്ഥമായും ആത്മാർത്ഥമായിട്ടും കണ്ട് അപ്പോൾ ആ അനുഭവം ഉണ്ടാവും. പിതാവ് കെട്ടിപ്പിടിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം, ഇതാണ് അവിടുത്തെ കവിഞ്ഞൊഴുകുന്ന കരുണ. ഇവിടെ നാം ധ്യാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിതാവിനോടൊപ്പം ഭവനത്തിൽ താമസിക്കുകയും, ശ്രദ്ധിക്കണോട്ടോ, പിതാവിനോടൊപ്പം ഭവനത്തിൽ താമസിക്കുകയും വേല ചെയ്യുകയുമായിരുന്ന മൂത്ത പുത്രൻ്റെ മനോഭാവമാണത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു ഭാഗം. എന്താണ് അല്ലേ? പിതാവിൻ്റെ കൂടെ ഭവനത്തിൽ താമസിക്കുന്നു, വേല ചെയ്യുന്നു. അപ്പം ആ മകൻ്റെ മനോഭാവം എന്താണ്? മൂത്ത പുത്രൻ്റെ മനോഭാവം എന്താണ്? എല്ലായ്പ്പോഴും നന്നായി പെരുമാറുന്നയാൾ. എല്ലായ്പ്പോഴും നന്നായി പെരുമാറും അവൻ. ഇവിടെ സത്യസന്ധമായി എന്തെങ്കിലും പറയാനുള്ളത് അവന് മാത്രമാണ്. നോക്കൂ, ഈ വർഷങ്ങളിലെല്ലാം ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. കണ്ടു? ആ ദാസ്യവേല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി കേൾക്കാത്തവർക്ക് ഒന്നും കൂടി പറയാനാണ്. കണ്ടു? മൂത്ത പുത്രൻ അവൻ പിതാവിൻ്റെ കൂടെ ഭവനത്തിലാണ്. പക്ഷേ അവൻ പറയാണ്, ഞാൻ അല്ലേ നിനക്ക് എത്രത്തോളം ദാസ്യവേല ചെയ്തു? ഈ പുത്രൻ ദാസ്യവേല ചെയ്യുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പം അവിടെ എന്തോ ഒരു മിസ്സിങ് ഇല്ലേ? അവൻ ദൈവഭവനത്തിലാണ്, പിതാവിൻ്റെ കൂടെ സ്വർഗരാജ്യത്തിലാണ്. പക്ഷെ അവൻ എന്തില്ല? സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമില്ല. അല്ലെങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ ആണെന്നുള്ള അവബോധം അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള, പിതാവിൻ്റെ പുത്രനാണെന്നുള്ള ബോധ്യം അവനില്ല. അതുകൊണ്ട് അവനെ തന്നെ ആരാക്കി മാറ്റി? ദാസനാക്കി മാറ്റി. അതുകൊണ്ട് ആ ദാസൻ ദാസ്യവേല ചെയ്യുന്നു. മനസ്സിലാവുണ്ടോ? അതാണ്, ഞാൻ നിനക്ക് എത്ര നാളായി ദാസ്യവേല ചെയ്യുന്നു. ശ്രദ്ധിക്കണോട്ടോ, നിന്റെ കൽപ്പനകൾ ഒരിക്കൽ പോലും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നിട്ടും നീ എൻ്റെ കൂട്ടുകാരോടൊപ്പം വിരുന്നൊരുക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ശ്രദ്ധിക്കണോട്ടോ, അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കണേ. എന്നാൽ വേശ്യകളോട് ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ, കണ്ടോ, നിന്റെ ഈ മകൻ, വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ദൂർത്തടിച്ച, കംപ്ലീറ്റ് തിന്മ ചെയ്ത ഇയാളാരാണ്? മകൻ. ശ്രദ്ധിക്കണേ, മകൻ. സ്വന്തം പിതാവിൻ്റെ ഭവനത്തിൽ അവിടെ എല്ലാ സമ്പൂർണതയിലും സമ്പുഷ്ടതയിലും ജീവിക്കുന്നവൻ അവൻ ദാസൻ. എന്താണ് ഇവിടെ പ്രശ്നം? യഥാർത്ഥ അവബോധമില്ല, പാപബോധമില്ല, പശ്ചാത്താപമില്ല. നമ്മൾ എവിടെയാണ് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. ആണ് ഞാൻ ഞാനിങ്ങനെ പറയും, ഞാൻ ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു നേരത്തെ. അതോടൊപ്പം പറയണ ഒരു കാര്യം എന്താണ്? ഞാൻ എന്ത് പറയും? ഞാൻ പാപിയാണ്, പക്ഷെ ഞാൻ നിൻ്റെ മകനാണ്. മനസ്സിലായോ? ഞാൻ പാപിയാണ്, പക്ഷെ എന്താണ്?
ഞാൻ നിൻ്റെ മകനും കൂടിയാണ്. അപ്പം എനിക്കിത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായോ? എനിക്കിത്തിരി അവകാശങ്ങളുണ്ട്. ഓൾറെഡി അവകാശം നഷ്ടപ്പെട്ട ആളാണ് ഞാൻ, പക്ഷേ ഞാൻ മകനും കൂടിയാണ് അവൻ്റെ, മനസ്സിലായോ? അപ്പോൾ അവിടെ കാര്യങ്ങൾ മാറും. അപ്പോൾ അതാണ് പറഞ്ഞാൽ ഈ മകൻ, നിൻ്റെ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. കണ്ടോ? അപ്പം ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, ഒരു കാവ്യാത്മകമായ ഭാവനാത്മകമായ ഭാഷ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? എന്ന പോലത്തെ ഒരു ഭാവനാത്മകമായ ഭാഷയാണ് ഇവിടെ. പന്നിക്കൂട്, ശ്രദ്ധിക്കണം കേട്ടോ, പന്നിക്കൂട്, ധൂർത്ത്, സ്വത്ത്, പിതാവിൻ്റെ ഭവനം, മകൻ, ദാസൻ, ഇതൊക്കെ എന്താണ്? ഭാവനാത്മകമായ ഭാഷയാണ്. എന്തിനെയാണ് ഇതൊക്കെ ഉപമിക്കുന്നത്? എന്തിനോടാണ് ഇതൊക്കെ സദൃശ്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലായല്ലോ. കുംഭസാരം എന്ന കൂദാശ എന്നതിനെ പറയുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ ബൈബിളിൽ. ചില ആൾക്കാർ ചോദിക്കും, എവിടെയാണ് കുംഭസാരത്തെക്കുറിച്ച് പറഞ്ഞേക്കണേ? പിന്നെ ഇത് എന്തെന്നാ പറഞ്ഞേക്കണേ? ഇത്? അപ്പോൾ നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അവൻ സത്യമാണ് പറഞ്ഞത്. ആര് പറഞ്ഞത്? ഈ മൂത്ത മകനെ പറഞ്ഞത് സത്യമാണ്, പക്ഷേ അവൻ സ്വയം അയോഗ്യനാവുകയാണ്. കണ്ടോ? അവൻ സ്വയം അയോഗ്യനായത് എങ്ങനെയാണ്? പിതാവിൻ്റെ ഭവനത്തിൽ അല്ലേ, അവൻ സ്വന്തം പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിനോട് കൂടെയാണ്, പക്ഷെ അവൻ ആരാണെന്നുള്ള ബോധ്യം അവനില്ല. ആരാണെന്നുള്ള ബോധ്യമില്ല. അവൻ മകനാണ് എന്നുള്ള ബോധ്യമില്ല. അവൻ ദാസനാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അവൻ സ്വയം തന്നെ അയോഗ്യനാക്കുന്നു. മറിച്ച് പന്നിക്കൂട്ടിൽ നിന്ന് വന്ന അല്ലെ പാപാവസ്ഥയിൽ നിന്ന് വീണ്ടും തിരിച്ചു വരുന്ന ഒരുത്തനെ മകനായി സ്വീകരിക്കുന്നു. മകനായി. വലിയ കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ ഓടിച്ചു പറഞ്ഞെന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ 3 കരുതുന്നത്. കാണാതെ പോയ ആടിൻ്റെ ഉപമ, കാണാതെ പോയ നാണയത്തിൻ്റെ 10 നാണയത്തിലൊരു നാണയം കാണാതെ പോയി എന്ന് പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ഇത് പറയാണ് ധൂർത്തുപുത്രൻ്റെ ഉപമയെന്ന്. അപ്പോൾ ഇതെല്ലാം കണക്ഷൻ ഉണ്ടെന്നും ആ കാണാതെ പോയ ആട് ഇളയ പുത്രനാണെന്നും ആ വീട്ടിൽ തന്നെ നഷ്ടപ്പെട്ട നാണയം ഈ മൂത്തപുത്രനാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ കണക്റ്റഡ് ആയത് കണ്ടോ? ഒന്നും കൂടി കണ്ടോ? അവൻ വീട്ടിൽ തന്നെ നഷ്ടപ്പെട്ട ഒരു മകൻ, അന്നാ മകനാണെന്നുള്ള ബോധ്യം അവനില്ല. എന്നാൽ പുറത്ത് നഷ്ടപ്പെട്ട പാപിയായ മകനെ അവൻ തിരിച്ചു വരുന്നു. അതാണ് കാണാതെ പോയ ആട്. ആ ആടിനെ തേടി കണ്ടുപിടിച്ചു കൊണ്ടുവരികയാണ്. പക്ഷെ വീട്ടിൽ തന്നെ നഷ്ടപ്പെട്ടത് നാണയം. അപ്പം അതൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയാണ്. കണ്ടോ? അവൻ സ്വയം അയോഗ്യനാവുകയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ഇത്രയും വായിച്ചതൊക്കെ. അപ്പം ഇത്രയും ആണ് നമുക്കിന്ന് പറയാനുള്ളത്. പിന്നെ അടുത്ത ഭാഗത്തിലേക്ക് അടുത്ത ഞായറാഴ്ച നമ്മൾ കടക്കുന്നതായിരിക്കും. അപ്പം നമുക്കിതിപ്പോൾ നിർത്താമേ. ആരും പോകരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓഫേട്ടെ.